കാസിനോ ബാറ്റൺ ബോസ് ക്രൈം ത്രില്ലർ. രാജീവ് മേനോൻ തൻ്റെ മുന്നിലെ ടോക്കണുകളിൽ നിന്ന് 10 എടുത്ത് ചുവന്ന കളത്തിലേക്ക് നീക്കി വെച്ചു. നമ്പർ 10. തനിക്ക് രാശിയുള്ള നമ്പറാണ് 10. കാസിനോ ടൈറ്റൻ എന്ന മുദ്രയുള്ള ആ ഓറഞ്ച് ടോക്കൺ ഒന്നിൻ്റെ മൂലം 10,000 രൂപയാണ്. മില്യണേഴ്സ് കളിക്കുന്ന ടേബിളിലാണ് അയാൾ ഇരിക്കുന്നത്. 8 പേർ ആ ടേബിളിന് ചുറ്റുമിരുന്ന് കളിക്കുന്നുണ്ട്. ചിലരുടെ ഭാര്യമാരോ കാമുകിമാരോ ഒപ്പമിരുന്ന് പ്രോത്സാഹിപ്പിക്കുന്നു. ചൂതാട്ടത്തിലൂടെ കോടികൾ കളയുകയും തൂത്തുവാരുകയും ചെയ്യുന്ന ഭാഗ്യാന്വേഷികൾ പലരെയും രാജീവ് മേനോന് പരിചയമുണ്ട്. ആ ടേബിളിൽ മിനിമം 10,000 രൂപയാണ് ബെറ്റ്, മാക്സിമം 2 കോടി. കാസിനോ ടൈറ്റനിൽ മാത്രമാണ് അത്രയും വലിയ തുകയുടെ ബെറ്റുള്ളത്. പക്ഷേ ആരും ഇതുവരെ അത് കളിച്ചിട്ടില്ല. സർവീസ് നീല യൂണിഫോം ധരിച്ച ഒരുവളെ രാജീവ് മേനോൻ വിളിച്ചു. ചുവന്ന ചായം തേച്ച ചുണ്ടുകൾക്കിടയിൽ മുത്തുപോലെയുള്ള പല്ലുകൾ കാട്ടിച്ചിരിച്ചുകൊണ്ട് ആ പെൺകുട്ടി അടുത്തു വന്നു. 1 റെമി മാർട്ടിൻ വിത്ത് ഐസ്, മേനോൻ ആവശ്യപ്പെട്ടു. സർ. അവൾ പോയി. റൂളറ്റ് വീൽ കറക്കുന്ന ഫിലിപ്പിനോ യുവതി മുന്നിലിരിക്കുന്നവരെ നോക്കി. ഇനി ആരെങ്കിലും ഉണ്ടോ? 16 ലക്ഷം രൂപയുടെ ടോക്കണുകളാണ് വിവിധ നമ്പറുകളിൽ ഇരിക്കുന്നത്. പെൺകുട്ടി റെമി മാർട്ടിനുമായി ഉടനെ വന്നു. രാജീവ് മേനോൻ മദ്യം ഒന്ന് സിപ്പ് ചെയ്തിട്ട് കാസിനോ ഹാളിലൂടെ കണ്ണോടിച്ചു. വിവിധ തരം കളികൾ, സംഗീതം, വിജയിക്കുന്നവരുടെയും പരാജയപ്പെടുന്നവരുടെയും ശബ്ദങ്ങൾ, ടോക്കണുകളുടെ കിലുക്കം. ഹാളിന് നടുവിലെ വൃത്താകൃതിയിലുള്ള ടേബിളിൽ പോൾ ഡാൻസ് കളിക്കുന്ന റഷ്യൻ സുന്ദരി. ഇനി ആരുമില്ലെന്ന് കണ്ടപ്പോൾ ഫിലിപ്പിനോക്കാരി റൂളറ്റ് കറക്കി. ഐവറി കളറുള്ള ചെറിയ ബോൾ എതിർവശത്തേക്ക് കറക്കി വിട്ടു. രാജീവ് മേനോൻ ഉത്കണ്ഠയോടെ നോക്കി. ആ ചെറിയ ബോളിലാണ് എല്ലാവരുടെയും ഭാഗ്യം. ബോൾ റൂളറ്റിൽ അതിവേഗം ചുറ്റിത്തിരിഞ്ഞു. ബോളിൻ്റെ വേഗത കുറഞ്ഞു വന്നു. മേനോൻ്റെ ശ്രദ്ധ അതിലായി. 1 ലക്ഷം രൂപയാണ് വെച്ചിരിക്കുന്നത്. ജയിച്ചാൽ 36 ലക്ഷം കിട്ടും. ബോൾ 9-ാം നമ്പർ പോക്കറ്റിൽ വീണു. രാജീവ് മേനോൻ്റെ ഹൃദയമിടിപ്പ് കൂടി. ബോൾ 10ലേക്ക്. മേനോൻ്റെ മനം തുടിച്ചു. കിട്ടി. കറങ്ങുന്ന റൂളറ്റിൽ ബോൾ ഒന്നുകൂടി തെറിച്ചു. നമ്പർ 11. 1 ലക്ഷം പോയി. മേനോൻ്റെ മനസ്സിടിഞ്ഞു. ഇന്ന് മൊത്തം നഷ്ടപ്പെട്ടത് 10 ലക്ഷം രൂപ. എല്ലാവരിൽ നിന്നും നിരാശയുടെ ശബ്ദമുയർന്നു. 11-ാം നമ്പറിൽ ആരും മത്സരിച്ചില്ല. ടേബിളിലെ മുഴുവൻ ടോക്കണുകളും ഫിലിപ്പിനോ സുന്ദരി തൂത്തുവാരി. അവളുടെ അടുത്ത് നിന്ന മസിൽമാൻ ടോക്കണുകൾ ഇനം തിരിച്ച് അടുക്കി വെച്ചു. ചൂതുകളിയിൽ രാശിയുള്ളവനാണ് താൻ. സ്ത്രീകൾ തന്നെ തേടി വരുന്നു. ലാസ് വെഗാസിലും മക്കാവുവിലും കളിച്ച് ലക്ഷങ്ങൾ നേടിയപ്പോഴും നഷ്ടപ്പെട്ടപ്പോഴും അതൊരു ത്രില്ലായിരുന്നു. ആ തോൽവികൾ താൻ ആസ്വദിച്ചു. പക്ഷേ ഇന്ന് ഓരോ രൂപയും വിലപ്പെട്ടതാണ്. രാജീവ് മേനോൻ ഒരു ഇറക്കു കൂടി മദ്യം കുടിച്ചു. അടുത്ത ടേബിളിനടുത്തിരുന്ന് 30കാരി തൻ്റെ മുഖത്ത് നിന്ന് കണ്ണെടുക്കുന്നില്ല. ഭർത്താവിൻ്റെ പുറത്തെ ചാരിയാണ് അവൾ ഇരിക്കുന്നത്. സുമുഖനായ ആ താടിക്കാരൻ കാർഡ്സ് കളിയിൽ ബദ്ധശ്രദ്ധനാണ്. രാജീവ് മേനോൻ നോക്കിയപ്പോൾ അവൾ നനഞ്ഞ ചുണ്ടുകൾ കടിച്ചുകൊണ്ട് പുഞ്ചിരിച്ചു. ബിവറേജ് കൗണ്ടറിന് മുന്നിൽ നിന്ന ഒരു യുവതി തന്നെ ശ്രദ്ധിക്കുന്നത് പക്ഷേ അയാൾ അറിഞ്ഞില്ല. റെഡ് വൈനിൻ്റെ നിറമുള്ള ചുരുണ്ട മുടി അവളുടെ ഇരു കവിളുകളുടെയും ഒഴുകി മാറിൽ വീണു കിടന്നു. രാജീവ് മേനോൻ ഗ്ലാസ് കാലിയാക്കി. യുദ്ധം കൊടുമ്പിരിക്കൊണ്ട പോർക്കളത്തിലേക്ക് നോക്കുന്ന രാജാവിൻ്റെ ഗൗരവത്തോടെ ചുറ്റും നോക്കി. കൊല്ലത്തെ പ്രാക്കുള എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്ന് 15ാമത്തെ വയസ്സിൽ ബോംബെയിലേക്ക് കള്ളവണ്ടി കയറിയ പയ്യനാണ് താനെന്ന് അയാൾ അത്ഭുതത്തോടെ ഓർത്തു. പലയിടത്തും അലഞ്ഞു തിരിഞ്ഞു. ഭക്ഷണത്തിനു വേണ്ടി യാചിച്ചു. ബിസ്ക്കറ്റുകളുണ്ടാക്കുന്ന ഒരു ബോർമയിൽ പണിക്കാരനായി, പിന്നെ പാർട്ണറായി. കൊല്ലത്ത് നിന്ന് കശുവണ്ടി ബോംബെയിൽ കൊണ്ടുവന്ന് വിതരണം ചെയ്തു. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ കശുവണ്ടിയും ബിസ്ക്കറ്റും സിംഗപ്പൂരിലേക്ക് കയറ്റി അയക്കാൻ ആരംഭിച്ചു. അമേരിക്കയിലെ നാഷണൽ ബിസ്ക്കറ്റ് കമ്പനിയുടെ സ്നാക്സും കുക്കീസും ബിസ്ക്കറ്റും ഏഷ്യൻ രാജ്യങ്ങളിൽ വിതരണം ചെയ്തു. അന്ന് തൻ്റെ സഹായിയായിരുന്ന ഐസക് സ്റ്റീഫൻ പിടിച്ചുകൊണ്ട് പറഞ്ഞതാണ്, രാജീവ് മേനോൻ, നിങ്ങൾ രാജീവല്ല, രാജാവാണ്, കിങ്. ഈ സാമ്രാജ്യം കിങ് സിൻഡിക്കേറ്റ് എന്നറിയപ്പെടണം. സിംഗപ്പൂരിൽ വെച്ചാണ് നർത്തകിയായ ജ്യോതികയെ പരിചയപ്പെടുന്നത്. മലയാളിയായ അവൾ മലേഷ്യക്കാരനായ ഒരു വ്യവസായിയുടെ ഭാര്യയായി കഴിയുകയായിരുന്നു. ദുരൂഹ സാഹചര്യത്തിൽ അയാൾ കൊല്ലപ്പെട്ടതോടെ ജ്യോതിക വിധവയായി. തന്നോട് ജ്യോതിക്ക് ആരാധനയായിരുന്നു. കിടപ്പറയിലും അവൾ മിടുക്കിയായിരുന്നു. തന്നേക്കാൾ 10 വയസ്സ് കൂടുതലുള്ള ജ്യോതി തൻ്റെ ഭാര്യയായി 30ാമത്തെ വയസ്സിൽ. അന്ന് അവളുടെ മകൻ രോഹന് 10 വയസ്സാണ്. ഇന്ന് 30കാരൻ. ജ്യോതിക്ക് വളരെയേറെ കോണ്ടാക്ട്സുകൾ ഉണ്ടായിരുന്നു. വിവിധ രാജ്യങ്ങളിലെ ഭരണാധിപന്മാർ വരെ അവളുടെ ആരാധകരായിരുന്നു. തന്നെ ഒരു ബിസിനസ് ടൈക്കൂണാക്കി വളർത്തിയതിൽ ജ്യോതിക്ക് വലിയ പങ്കുണ്ട്. നിൽക്കാൻ തുടങ്ങിയ എയർലൈനും ബാങ്കും വിലക്കെടുത്തു. പുതിയ പേരിൽ അവ പ്രവർത്തിച്ചു. കിങ് എയർലൈൻസ്, കിങ് ബാങ്ക്, കിങ് ബിസ്ക്കറ്റ്, കിങ് കാഷ്യൂ എക്സ്പോർട്സ്. അതിലൊരു പാർട്ണറായി ഐസക് സ്റ്റീഫനുമുണ്ടായിരുന്നു. ഒരു കോക്ടെയിലും ഒരു ചിക്കൻ ബർഗറും വച്ച ട്രേ രാജീവ് മേനോൻ്റെ മുന്നിലേക്ക് വന്നു. അയാൾ അത് കൊണ്ടുവന്ന യുവതിയെ നോക്കി. ചുരുണ്ട മുടിയും പൂച്ചക്കണ്ണുകളും ജീൻസും ചുവന്ന കണ്ണുകളുള്ള അസുരൻ്റെ മുഖമുള്ള വെള്ള ടീഷർട്ടുകളുമാണ് അവളുടെ വേഷം. കാസിനോ ടൈറ്റൻ്റെ എംബ്ലമാണത്. ഒറ്റ നോട്ടത്തിൽ റോമൻ പെയിൻറ്റിങ്ങിൽ കണ്ടവളാണെന്ന് തോന്നി.
ഞാനല്ല ഇത് ഓർഡർ ചെയ്തത്, രാജീവ് മേനോൻ പറഞ്ഞു. എനിക്കറിയാം സാറിനെ. കിങ് രാജീവ് മേനോനെ ആരാണ് അറിയാത്തത്? ഈ കാസിനോയിലെ 4 നിലകളിലുമുള്ളത് കിങ് ബാങ്കിൻ്റെ ATM ആണ്. ഒഴുക്കുള്ള ഇംഗ്ലീഷിലും ഹിന്ദിയിലുമാണ് അവൾ സംസാരിച്ചത്. സാറിപ്പോൾ കുറച്ച് അസ്വസ്ഥനാണെന്ന് എനിക്ക് തോന്നി. ഇത് റവി മാർട്ടിൻ വിത്ത് ടെക്കിലിയാണ്. ഇത് കഴിക്കൂ, സാറിൻ്റെ ഊർജ്ജമെല്ലാം തിരിച്ചു കിട്ടും. അവളുടെ സ്വരവും അവളിൽ നിന്നുയർന്ന സുഗന്ധവും ഒരു ലഹരിയായി അയാളിലേക്ക് പടർന്നു. രാജീവ് മദ്യ ഗ്ലാസ് എടുത്തു മുത്തിക്കുടിച്ചു. ഗ്ലാസിൻ്റെ വക്കിൽ നിന്ന് മദ്യവും നാരങ്ങ നീരും ചേർന്ന ടേസ്റ്റ്. മേനോന് അവളോട് എന്തെന്നില്ലാത്ത ഒരിഷ്ടം തോന്നി. എന്താ നിൻ്റെ പേര്? മനീഷ ചൗധരി, അവൾ പറഞ്ഞു. രാജീവ് അവളെ നോക്കി. 24 വയസ്സിൽ കൂടുതലില്ല. ഷേപ്പൊത്ത ദൃഢമായ ശരീരം. കോക്ടെയിൽ കുടിച്ചപ്പോൾ സിരകളിലൂടെ ഒരു പുതിയ ഊർജ്ജം പടരുന്നതായി അയാൾ അറിഞ്ഞു. രാജീവ് മനീഷയുടെ കയ്യിൽ പിടിച്ച് കപ്പലിൻ്റെ ഡക്കിലേക്ക് നടന്നു. ഗോവയിലെ മണ്ടോവി നദിയിൽ കിടക്കുന്ന കപ്പലിലാണ് ആ കാസിനോ. കപ്പലിന് മുകളിൽ മിന്നുന്ന പ്രകാശത്തിൽ വലിയ അക്ഷരങ്ങൾ: കാസിനോ ടൈറ്റൻ. മുകളിൽ ചുവന്ന കണ്ണുകളുള്ള അസുരമുഖത്തിൻ്റെ എംബ്ലം. നദിക്ക് മുകളിലൂടെ വരുന്ന കാറ്റ് മനീഷയുടെ ചുരുളൻ മുടിയെ പാറിപ്പറപ്പിച്ചു. നദിയിൽ കിടക്കുന്ന മറ്റു കാസിനോകൾ. മുന്നിൽ പ്രകാശം വിതറി മണ്ടോവി ബ്രിഡ്ജ്. അതിനു മുകളിൽ നക്ഷത്രങ്ങളും ചന്ദ്രക്കലയും. രാത്രി 10 മണി കഴിഞ്ഞിരിക്കുന്നു. ഒരു വിമാനം ഡബോളിം എയർപോർട്ടിൽ നിന്ന് പറന്നു പോകുന്നു. മുമ്പ് എൻ്റെ വിമാനങ്ങളും ഇങ്ങനെ പറന്നിരുന്നു, രാജീവ് മേനോൻ പറഞ്ഞു. കുറച്ചൊക്കെ ഞാനും പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ട്. എന്തിനാണ് ഭാര്യ സാറിനോട് പിണങ്ങിപ്പോയത്? മനീഷ ചോദിച്ചു. അവൾ ഒരു ലഹരി പോലെ എന്നിലേക്ക് വന്നു. ഒരു സുനാമി പോലെ എല്ലാം തകർത്തു കൊണ്ടുപോയി. ഒന്നും തകർന്നിട്ടില്ല സാർ. സാർ ഇന്ന് കിങ് രാജീവ് മേനോനാണ്. അയാൾ സ്നേഹത്തോടെ അവളെ നോക്കി. തൻ്റെ മകൾ കാജലിനേക്കാൾ അല്പം പ്രായം കൂടുതൽ കാണും. സാറിനൊരു കോക്ടെയിൽ കൂടി കൊണ്ടുവരട്ടെ? അയാൾ അവളുടെ കണ്ണുകളിൽ നോക്കി പുഞ്ചിരിച്ചു. നമുക്ക് താഴേക്ക് പോകാം. അവർ സ്റ്റെപ്പിറങ്ങി താഴത്തെ ഫ്ലോറിലെത്തിയപ്പോൾ റോയൽ ചാമ്പറിൽ നിന്ന് ഒരാൾ ധൃതിയിൽ ഇറങ്ങി വന്നു. കൂടെ കിളിപോലെ 2 സുന്ദരികൾ, പിന്നിൽ 2 ബോഡി ഗാർഡുകൾ. അയാൾ മുന്നിൽ വന്നു നിന്നപ്പോൾ രാജീവ് മേനോൻ ഒന്ന് പതറി. ഐസക് സ്റ്റീഫൻ. തലയും താടിമിശയും ക്ലീൻ ഷേവ് ചെയ്ത തടിയൻ, നീല ജാക്കറ്റ്, കഴുത്തിൽ സ്വർണ്ണ ചങ്ങല. 10 ലക്ഷം തോറ്റത് ഞാൻ കണ്ടു. എനിക്ക് തരാനുള്ള പണം ഗാംബ്ലിങ്ങിലൂടെ നേടാമെന്നാണോ നീ കരുതുന്നത്? സ്റ്റീഫൻ പരിഹസിച്ചു ചോദിച്ചു. അയാൾ ചൂണ്ടുവിരൽ രാജീവിൻ്റെ നെഞ്ചിൽ കുത്തി. രാജീവ് ആ വിരലിൽ പിടിച്ചു മടക്കി. എൻ്റെ ദേഹത്തെ തൊടാൻ മാത്രം വളർന്നോടാ നീ? സ്റ്റീഫൻ ചിരിച്ചു. നാളെ 12 മണിക്കുള്ളിൽ എൻ്റെ പണം കിട്ടണം. 50 കോടി. ഇല്ലെങ്കിൽ കിങ് ബാങ്കിലെ നിൻ്റെ ഷെയർ എഗ്രിമെൻറ്റ് പ്രകാരം എൻ്റെ പേരിലാകും. പിന്നെ ഞാനാകും ചെയർമാൻ. രാജീവല്ല, ഈ സ്റ്റീഫനായിരിക്കും കിങ്. രാജീവ് വല്ലാതെ പതറിപ്പോയി. കൊടുങ്കാറ്റ് പോലെ ഐസക് സ്റ്റീഫൻ കടന്നുപോയി. കൂടെ മറ്റുള്ളവരും. കപ്പലിനരികിൽ കിടന്ന ലക്ഷറി ബോട്ടിൽ അവർ കയറി. കാസിനോകൾക്കിടയിലൂടെ വെള്ളം ചീറ്റിച്ചുകൊണ്ട് ആ ബോട്ട് പാഞ്ഞു പോകുന്നത് രാജീവും മനീഷയും നോക്കി നിന്നു. ഈ കാസിനോയിൽ നിന്നിറങ്ങുമ്പോൾ 50 കോടി ഉണ്ടാക്കണം. ഹൃദയം തുറക്കുന്നത് പോലെ അയാൾ മനീഷയോട് പറഞ്ഞു. അവൾക്ക് അയാളെ മനസ്സിലായി. 50 കോടി രൂപ ഞാൻ കണ്ടിട്ട് പോലുമില്ല സാർ. മേനോൻ പഴയ സീറ്റിൽ ചെന്നിരുന്നു. മനീഷ ഒരു കോക്ടെയിൽ കൂടി കൊണ്ടുവന്നു കൊടുത്തു. അയാൾ അത് നുണഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പിന്നിൽ ഒരു ശബ്ദം കേട്ടു. അച്ഛാ. 19 വയസ്സിലധികം പ്രായമില്ലാത്ത പെൺകുട്ടി ഒരു യുവാവിൻ്റെ ചുമലിൽ തൂങ്ങിക്കിടക്കുന്നു. തൻ്റെ മകൾ കാജൽ. മേനോൻ ക്ഷോഭത്തോടെ എഴുന്നേറ്റു. ബാംഗ്ലൂരിൽ പഠിക്കുന്ന നീ എന്താ ഇവിടെ? ബോംബെയിൽ ബിസിനസ് ചെയ്യുന്ന അച്ഛനെന്താ ഇവിടെ? അവൾ നിസ്സാരമായി തിരിച്ചു ചോദിച്ചു. കാജൽ കുടിച്ചിട്ടുണ്ട്, കാലുറയ്ക്കുന്നില്ല. അയാൾ അസ്വസ്ഥനാകുന്നത് മനീഷ കണ്ടു. ബോഡി ബിൽഡറെ പോലുള്ള യുവാവ് അവളെ പിടിച്ചിരിക്കുകയാണ്. അച്ഛാ, ഞാൻ കളിച്ചു തോറ്റു. കാശ് പോയി. എനിക്ക് കാശ് വേണം, കാജൽ പറഞ്ഞു. നിന്നെ പഠിക്കാൻ വിട്ടത് ചൂത് കളിക്കാനാണോ? അയാൾക്ക് ദേഷ്യം അടക്കാനായില്ല. കാജൽ മറുപടി പറയാതെ അയാളുടെ ഷോൾഡർ ബാഗ് തട്ടിപ്പറിച്ചെടുത്തു. തുറന്നു. 2000-ൻ്റെ ഒരു കെട്ടെടുത്തു. 2 ലക്ഷം. ഇത് മതി. അവൾ ബാഗ് തിരിച്ചു കൊടുത്തു. അച്ഛാ, ഇതെൻ്റെ ഫ്രണ്ട് രാജു മഹേന്ദ്ര, മിസ്റ്റർ കർണാടകയാ. അവൾ അവൻ്റെ നെഞ്ചിലെ മസിലിൽ ഇടിച്ചു കാണിച്ചു. പിന്നെ അവനെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് പോയി. നെഞ്ചിൽ ഒരു വിങ്ങലോടെ രാജീവ് മേനോൻ നിന്നു. എൻ്റെ സ്വന്തം മോള കാജൽ മേനോൻ, അയാൾ മനീഷയോട് പറഞ്ഞു. എല്ലാവരും എനിക്കെതിരാവുകയാണ്. അയാൾ ഗ്ലാസ്സിൽ അവശേഷിച്ചിരുന്ന മദ്യമെടുത്ത് കുടിച്ചു. മനീഷയ്ക്ക് അയാളോട് സഹതാപം തോന്നി. ശതകോടീശ്വരനായ പാപ്പർ. എൻ്റെ അവസ്ഥ നിനക്ക് മനസ്സിലായല്ലോ. 50 കോടിയില്ലാതെ എനിക്കൊരു ചൂട് വയ്ക്കാൻ പറ്റില്ല. അയാൾ വിഷമത്തോടെ അവളെ നോക്കി. നമുക്ക് കളിച്ചു നേടാം സാറേ, മനീഷ പറഞ്ഞു. അവൾ നമുക്ക് എന്ന് പറഞ്ഞത് കേട്ട് അയാൾ അവളെ സ്നേഹത്തോടെ നോക്കി. തൻ്റെ കൂടെ ഒരാളുണ്ടെന്ന വിശ്വാസം രാജീവ് മേനോനുണ്ടായി. അയാൾ ബാഗിൽ ബാക്കിയുണ്ടായിരുന്ന പണമെടുത്തു. 7 ലക്ഷം രൂപയുണ്ട്. അതുകൊണ്ട് 50 കോടി കിട്ടില്ല സാറേ, അവൾ പറഞ്ഞു. 2 കോടി ബെറ്റ് വെച്ചാലോ? അത് മതി. പക്ഷേ മാനേജറുമായി സംസാരിക്കണം. 2 കോടി കയ്യിലുണ്ടോ? രാജീവ് മേനോൻ 1,93 ലക്ഷം രൂപയ്ക്ക് ചെക്ക് എഴുതി. എൻ്റെ ചെക്കിന് ഇവിടെ വിലയുണ്ടോ? ഉണ്ടല്ലോ അല്ലേ? ചെക്കിന് മുകളിൽ 7 ലക്ഷം രൂപ വെച്ചു. ഇപ്പോഴോ?
ചുറ്റും നിന്നവർ കണ്ണുമിഴിച്ചു. താഴെ നടക്കുന്ന ഓരോ ചലനങ്ങളും മുകളിലെ ഡസൻ കണക്കിന് ക്യാമറകളിലൂടെ ഓഫീസിലുള്ളവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടവർ പകച്ചുപോയി. കിങ് രാജീവ് മേനോൻ 2 കോടി രൂപയുടെ ബെറ്റ് വയ്ക്കുന്നു. അയാൾ ശതകോടീശ്വരനാണ്. പക്ഷേ എന്ത് ധൈര്യത്തിലാണ് ഈ കളി കളിക്കുന്നത്? ഇത് കിട്ടുമെന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? ഏവരും ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന സമ്പന്നനാണ് രാജീവ് മേനോൻ. പക്ഷേ ഇന്ന് അയാൾ ഒരു കളിയും ജയിച്ചിട്ടില്ല. ഈ ബെറ്റ് ജയിച്ചാൽ 72 കോടി കൊടുക്കണം, 36 ഇരട്ടി. വാർത്ത നിമിഷ നേരം കൊണ്ട് കാസിനോയിൽ പരന്നു. പലരും കളി നിർത്തി ആ ടേബിളിന് ചുറ്റും വന്നു. രാജീവ് മേനോൻ അക്ഷോഭ്യനായിരുന്നു. ഇത് പോയാൽ പിന്നെ തനിക്ക് ലൈഫില്ലെന്ന് അയാൾക്കറിയാം. മേനോൻ വിരലിൽ കിടന്ന മോതിരത്തിലേക്ക് നോക്കി. കളി തോറ്റാൽ അതിലെ ഡയമണ്ട് വിഴുങ്ങിയിട്ട് താൻ മണ്ടോവി നദിയിൽ ചാടി മരിക്കും. ഫ്ലോർ മാനേജർ ബാബ വന്ന് മേനോൻ്റെ കൈപിടിച്ച് കുലുക്കി. താങ്കൾ ഞങ്ങളുടെ കാസിനോയിൽ വരുന്നത് ഞങ്ങൾക്ക് അഭിമാനമാണ്. താങ്കളുടെ ചെക്ക് ഞങ്ങൾ സ്വീകരിക്കുന്നു. ഇന്ത്യൻ കാസിനോയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ബെറ്റാണ് സാർ ഇത്. കാസിനോ ടൈറ്റൻ്റെ എംബ്ലമുള്ള 2 നീല ടോക്കണുകൾ രാജീവ് മേനോന് കിട്ടി. ഒരു ടോക്കണിൻ്റെ മൂല്യം 1 കോടി രൂപയാണ്. മാനേജർ ബാവ കാസിനോ ഓണേഴ്സിനെ വിവരം അറിയിച്ചിരുന്നു. സിംഗപ്പൂരും ദുബായിലുമായിരുന്നു അവർ. മുംബൈക്ക് പറക്കാനായി എയർപോർട്ടിലെ VIP ലോഞ്ചിൽ നിന്ന് ഐസക് സ്റ്റീഫന് വിവരം കിട്ടി. തനിക്ക് പണം തരാൻ വേണ്ടി രാജീവ് മേനോൻ കയ്യിലുള്ള അവസാനത്തെ ചില്ലി വരെ പെറുക്കി കളിക്കുകയാണെന്ന് അയാൾക്ക് മനസ്സിലായി. രാജീവിൻ്റെ അവസാനത്തെ മരണപ്പാച്ചിലാണിത്. കാസിനോയുടെ പാർട്ട്നേഴ്സിലും ഐസക് സ്റ്റീഫന് സ്വാധീനമുണ്ടായിരുന്നു. രാജീവ് മേനോൻ ഒരു കാരണവശാലും ഈ കളിയിൽ ജയിക്കരുത്, അയാൾ പറഞ്ഞു. റിമോട്ട് കൊണ്ട് ബോൾ നിയന്ത്രിക്കണം. കിങ് രാജീവ് മേനോൻ തോറ്റിട്ട് വേണം എനിക്ക് നാളെ കിങ് ബാങ്കിൻ്റെ ചെയർമാനാവാൻ. നിങ്ങൾക്ക് ഗുണമുണ്ട്. അവൻ്റെ 2 കോടി നിങ്ങൾ തൂത്തുവാരിക്കോ. 72 കോടി അയാൾക്ക് കൊടുക്കണോ? ഐസക് സ്റ്റീഫൻ ചിരിച്ചു. രാജീവ് മേനോൻ ആ ടോക്കണുകൾ മനീഷയുടെ കയ്യിൽ കൊടുത്തു. ഈ ബെറ്റ് നീ കളിച്ചാൽ മതി. സാർ, മനീഷ അമ്പരന്ന് പോയി. എൻ്റെ പിടിവിട്ടു പോയി. നിന്നെ ദൈവം കൊണ്ടുവന്ന് തന്നതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. മനീഷയ്ക്ക് ഇഷ്ടമുള്ള നമ്പറിൽ വെച്ച് കളിച്ചോളൂ. എൻ്റെ വിധി എന്തായാലും ഞാൻ അനുഭവിച്ചോളാം. അയാൾ അവളുടെ കയ്യിൽ ടോക്കണുകളോടൊപ്പം അമർത്തി. മനീഷയുടെ കയ്യിലിരുന്ന 2 കോടിയുടെ ടോക്കണുകൾ വിറച്ചു. റൂളറ്റ് പ്ലേ ചെയ്യാൻ പുതിയ സുന്ദരി വന്നു. ബെസ്റ്റ് ഓഫ് ലക്ക് സാർ, അവൾ പുഞ്ചിരിച്ചു. മറ്റൊരാൾ അവളുടെ അടുത്ത് വന്നു. അയാളുടെ കൈക്കുള്ളിൽ ചെറിയ റിമോട്ട് ഉണ്ടായിരുന്നു. അയാൾ പുതിയ ബോൾ പ്ലെയറുടെ കയ്യിൽ കൊടുത്തു. സാർ, എൻ്റെ ഭാഗ്യ നമ്പർ 17 എൻ്റെ ബർത്ത്ഡേ അന്നാ. മനീഷ രാജീവിനെ നോക്കി. ഇനിയെല്ലാം നീയാണ് മനീഷ, രാജീവ് മേനോൻ നിർവികാരനായി പറഞ്ഞു. മനീഷ 2 ടോക്കണുകളും 17 നമ്പർ കളത്തിൽ വെച്ചു. നീണ്ടു തണുത്ത വിരലുകൾ തൻ്റെ കയ്യിൽ പിടിക്കുന്നത് മേനോൻ കണ്ടു. തന്നെ നോക്കി ചിരിച്ച സ്ത്രീ. അവളുടെ ഭർത്താവ് മദ്യപിച്ച് കാർഡ് ടേബിളിൽ തലവെച്ചിരിക്കുന്നു. നിങ്ങളെപ്പോലെ ഒരു ഗാംബ്ലർ ഞാൻ കണ്ടിട്ടില്ല. റിയലി യു ആർ ഗ്രേറ്റ്, അവൾ മന്ത്രിച്ചു. യുവതി റൂളറ്റിലൂടെ കൈ പായിച്ചു. ഒരു മോളിലൂടെ അത് കറങ്ങി. അവളുടെ വിരലുകൾ എതിർദിശയിലേക്ക് ബോൾ കറക്കി വിട്ടു. കാഴ്ചക്കാരുടെ ശ്വാസമിടിപ്പ് കൂടി. റൂളറ്റ് കറങ്ങിക്കൊണ്ടിരുന്നു. കാസിനോയിലെ ഏറ്റവും വലിയ കളി. കാസിനോ ടൈറ്റൻ നിശബ്ദമായി. ബോളിൻ്റെ വേഗത കുറഞ്ഞു വന്നു. എല്ലാ കണ്ണുകളും അതിലാണ്. ബോൾ നമ്പറുകളുടെ മുകളിലൂടെ ഉരുളാൻ തുടങ്ങി. ബോൾ 17 നമ്പറിൽ വീഴുമോ? ഇല്ലെങ്കിൽ 2 കോടി പോകും. 12, 13, 14. മനീഷ രാജീവ് മേനോൻ്റെ കൈത്തണ്ടയിൽ പിടിച്ചമർത്തി. മറ്റുള്ളവർ ശ്വാസം കഴിക്കാൻ മറന്നുപോയി. എല്ലാ മിഴികളും റൂളറ്റിലായിരുന്നു. ഒരു ചെറിയ വീൽ അതിദ്രുതം കറങ്ങിക്കൊണ്ടിരുന്നു. രാജീവ് മേനോൻ്റെ മകൾ ഖാജൽ ശ്വാസം മുടക്കി ആളുകൾക്കിടയിൽ നിന്നു. അച്ഛൻ്റെ 2 കോടി രൂപ നഷ്ടപ്പെടാൻ പോകുന്നു. മനീഷ രാജീവിനെ നോക്കി. അക്ഷോഭ്യനായി നിൽക്കുകയാണ് അയാൾ. തോറ്റാൽ എന്തു ചെയ്യണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. ടേബിളിൽ പിടിച്ചിരുന്ന വിരലിലെ വജ്രമോതിരത്തിലേക്ക് ഒന്ന് പാളി നോക്കി അയാൾ. ആ മോതിരം തിളങ്ങുന്നു. ബോൾ പോക്കറ്റുകളിൽ വീഴാൻ തുടങ്ങി. 14, 15. അടുത്ത 2ാമത്തെ പോക്കറ്റ് 17 നമ്പറാണ്. ബോൾ 16ാമത്തെ നമ്പറിൽ ചെന്ന് നിന്നു. ടേബിളിന് ചുറ്റും ശ്വാസമടക്കി നിന്നവരുടെ സ്പന്ദനം, ഹൃദയസ്പന്ദനം പെട്ടെന്ന് നിലച്ചതുപോലെ ഒരു ശബ്ദമുണ്ടായി. 2 കോടി രൂപ പോയി. റൂളറ്റ് കറങ്ങിക്കൊണ്ടിരുന്നു. മനീഷയുടെ കൈവിരലുകൾ രാജീവ് മേനോൻ്റെ കൈത്തണ്ടയിൽ മുറുകി. പെട്ടെന്ന് ബോൾ ഇളകി. അതൊന്ന് ചലിച്ചു. പിന്നെ 17 നമ്പർ പോക്കറ്റിലേക്ക് വീണു റൂളറ്റ്. ഗോഡ്, 17, വീർപ്പടക്കി നിന്ന ശ്വേത വിളിച്ചു പറഞ്ഞു. തന്നെ അഭിനന്ദിച്ച ആ സ്ത്രീയുടെ സന്തോഷം മേനോൻ കണ്ടു. പിന്നെ അതൊരു ആരവമായിരുന്നു. കാസിനോ ടൈറ്റൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ബെറ്റ് വിജയിച്ചിരിക്കുന്നു. 72 കോടി രൂപയുടെ വിജയം. റിമോട്ടുമായി നിന്നയാൾ അത് ടേബിളിൽ അടിച്ചു പൊട്ടിച്ചു കളഞ്ഞു. റൂളറ്റ് കറക്കിയായി സുന്ദരി ചിരിക്കുന്ന ശവം പോലെ നിന്നു. രാജീവ് ഒന്ന് നിശ്വസിച്ചു. മനീഷയെ നോക്കി അയാൾ മന്ത്രിച്ചു. താങ്ക് യു. മാനേജർ ബാബ ഓടി വന്ന് രാജീവ് മേനോൻ്റെ കൈപ്പിടിച്ച് കുലുക്കി. കൺഗ്രാറ്റുലേഷൻ കിങ് രാജീവ് സാർ. താങ്ക് യു മിസ്റ്റർ ബാബ, രാജീവ് മേനോൻ പറഞ്ഞു. സാർ, ഞങ്ങൾക്ക് ഫണ്ട് കളക്ട് ചെയ്യാൻ കുറച്ച് സമയം വേണം, ബാബ പറഞ്ഞപ്പോൾ രാജീവ് സംശയത്തോടെ ബാബയെ നോക്കി. ഒരു 6 മണിക്കൂർ സമയം. മക്കാവുവിൽ നിന്നോ ശ്രീലങ്കയിൽ നിന്നോ ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ ബാബ, പണം രാവിലെ കിട്ടിയാൽ മതി, രാജീവ് മേനോൻ സമ്മതിച്ചു. താങ്ക് യു സാർ. അയാൾ തിരിഞ്ഞ് മനീഷയെ ഒന്ന് രൂക്ഷമായി നോക്കി. പിന്നെ അക്ഷോഭ്യനായി മുന്നോട്ട് നടന്നു.
അപ്പോഴും അത്ഭുതം വിടാതെ ആഹ്ലാദവതിയായി നിന്ന ശ്വേതയെ തള്ളി മാറ്റിയിട്ട് കാജൽ മുന്നോട്ട് വന്നു അച്ഛനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. അച്ഛാ, എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അച്ഛൻ തോറ്റു പോകുമെന്നും 2 കോടി കളയുമെന്നാണ് ഞാൻ കരുതിയത്. യു ആർ വെരി വെരി ലക്കി. അവൾ സന്തോഷത്തോടെ തുള്ളിച്ചാടി. ഒരു ഹീറോയെ കാണുന്ന ആരാധനയോടെ തന്നെ നോക്കി നിൽക്കുന്ന ശ്വേതയുടെ ചുമലിൽ രാജീവ് തട്ടി. അവൾ കൃത്യമായി ചിരിച്ചു. അപ്പോഴും അവളുടെ ഭർത്താവ് കാഡ്മേശയ്ക്കരികിൽ തലചായ്ച്ചു കിടക്കുകയായിരുന്നു. പുറമെ അക്ഷോഭനായിരുന്നെങ്കിലും മേനോന്റെ ഉള്ളിൽ അഗ്നിപർവ്വതത്തിൽ ചൂടാവുകയായിരുന്നു. മനീഷ അയാൾക്ക് ഒരു കോക്ടെയിൽ വരുത്തി കൊടുത്തു. ടെക്കില ചേർത്ത മദ്യം മേനോൻ 2 വരിക്ക് അകത്താക്കി. അപ്പോഴാണ് നോർമലായത്. ഐസക് സ്റ്റീഫൻ മുംബൈയിൽ വിമാനമിറങ്ങിയപ്പോൾ സുഹൃത്തുക്കൾ കാത്തു നിന്നിരുന്നു. അയാൾ ബെന്റ്ലി കാറിൽ കയറി മുന്നോട്ട് നീങ്ങിയപ്പോഴാണ് കാസിനോയിൽ നിന്ന് ഫോൺ വന്നത്. ബാബാ, ഞാൻ മുംബൈയിൽ ലാൻഡ് ചെയ്തതേയുള്ളൂ. അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങുകയായിരുന്നു. രാജീവ് മേനോന്റെ ഗതി എന്തായി? സ്റ്റീഫൻ ഉൾക്കടയോടെ തിരക്കി. സാർ, അയാൾ വിൻ ചെയ്തു. അത് കേട്ട് സ്റ്റീഫൻ ഞെട്ടി. എന്താ നിങ്ങൾ പറഞ്ഞത്? കാറിലിരുന്ന് അയാൾ അലറി. റിമോട്ട് സെൻസർ കൊണ്ട് നിങ്ങൾക്ക് ആ ബോൾ മാറ്റാൻ പാടില്ലായിരുന്നോ? ശ്രമിച്ചതാ സാർ, പക്ഷേ ഒന്നും നടന്നില്ല. ദൈവം മേനോന്റെ കൂടെയാ. ദൈവം? സ്റ്റീഫൻ വായിൽ വന്ന അസഭ്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു. ജീവിതത്തിൽ അയാൾക്ക് ഇത്രയും വലിയൊരു ഞെട്ടലുണ്ടായിട്ടില്ല. എല്ലാം പോയി. കിങ് ബാഗ് എൻ്റെ ഉള്ളം കയ്യിൽ വന്നതാണ്. നാളെ ഞാനതിൻ്റെ ചെയർമാനായി ഇരിക്കേണ്ടതായിരുന്നു. എല്ലാം നശിച്ചു. എൻ്റെ സ്വപ്നം തകർന്നു പോയി. സ്റ്റീഫൻ സുഹൃത്തുക്കളെ നോക്കി. വാരിയലിൽ കുന്ത തുളച്ചു കയറിയ കാട്ടുപന്നിയെ പോലെ അയാൾ മുരണ്ടു. സുഹൃത്തുക്കൾക്കും കാര്യങ്ങളുടെ ഗൗരവം അപ്പോഴാണ് മനസ്സിലായത്. ജൂഹുവിലെ ഫ്ലാറ്റിൽ ചെന്നപ്പോഴും സ്റ്റീഫൻ അസ്വസ്ഥനായിരുന്നു. വെള്ളം ചേർക്കാതെ 2 റഷ്യൻ വോഡ്ക സ്റ്റീഫനകത്താക്കി. അതൊന്നും അയാളുടെ ഉള്ളിലെ തീയണയ്ക്കാൻ പര്യാപ്തമായിരുന്നില്ല. മേനോന്റെ മുഖത്ത് നോക്കി. ഞാൻ ചലഞ്ച് ചെയ്തതാണ്. ഇതോടെ അയാളുടെ മുന്നിൽ ഞാൻ നിലംപരിശായില്ലേ? ബാങ്ക് എനിക്ക് വേണം. ഞാനാണ് കിങ് ഐസക് സ്റ്റീഫൻ. അയാളുടെ തലച്ചോറ് പുകഞ്ഞു കത്താൻ തുടങ്ങി. വീണ്ടും അയാൾ മൊബൈലെടുത്ത് കാസിനോ ടൈറ്റൻ്റെ മാനേജർ ബാബയെ വിളിച്ചു. സാർ. ബാബ അറ്റൻഡ് ചെയ്തു. ബാബ, അയാളെ കളിപ്പിച്ചത് അവളാണ്, മനീഷ. കിളവൻ ചൗധരിയുടെ പെറ്റല്ലേ അവള്? ഇപ്പോൾ എത്ര കോടി രൂപ നഷ്ടമുണ്ടാക്കി? ചൗധരിയും നിങ്ങളുടെ ഉടമസ്ഥരും സഹിക്കുമോ അത്? അവളെ വെടിവെച്ച് കൊല്ലണം. സ്റ്റീഫൻ ക്ഷുബ്ധനായി എന്തൊക്കെയോ പറയാൻ തുടങ്ങിയപ്പോൾ ബാബ കോൾ കട്ട് ചെയ്തു. കാസിനോയുടെ VIP റൂമിലിരുന്ന് കോഫി കുടിക്കുകയായിരുന്നു മനീഷ. രാജീവ് മേനോൻ നിർബന്ധിച്ചുകൊണ്ടാണ് അവൾ അതിന് സമ്മതിച്ചത്. അപ്പോൾ മേനോന്റെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വന്നു. കൺഗ്രാജുലേഷൻസ് മിസ്റ്റർ രാജീവ്. കാർലോ പോണ്ടി, റോം. നിങ്ങളുടെ മുതലാളിയാണ് കാർലോ പോണ്ടി. എന്നെ അഭിനന്ദിച്ചതാണ്. മനീഷയുടെ ഉള്ളിലൊരു നടുക്കമുണ്ടായി. അയാളൊരു ഭ്രാന്തനാണ് സാർ. അത് അഭിനന്ദനമാണോ ഭീഷണിയാണോ എന്നറിയില്ല. ലാഭം മാത്രമേ ആ തലയ്ക്കകത്തുള്ളൂ. നഷ്ടം വരുത്തിയതുകൊണ്ട് അയാൾക്ക് എന്നോട് ശത്രുതയുണ്ടാവും. ഭയന്ന പ്രാവ് കുറുക്കുന്നത് പോലെ അവൾ പറഞ്ഞു. മനീഷ, ഭയപ്പെടേണ്ട. കാർലോ പോണ്ടിയെ എനിക്കറിയാം. മേനോൻ പുഞ്ചിരിച്ചു. നിനക്ക് ഞാൻ എന്താണ് തരേണ്ടത്? എത്ര കോടി രൂപ വേണം? എനിക്കൊന്നും വേണ്ട സാർ. സാറിന് ബാങ്ക് നഷ്ടപ്പെട്ടില്ലല്ലോ. എനിക്കത് മതി. മനീഷ കപ്പ് കാലിയാക്കി. പെട്ടെന്ന് അവളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു. അവൾ എഴുന്നേറ്റു. എന്നെ വിളിക്കുന്നുണ്ട്. സാറിനെ സഹായിച്ചെന്നും കാസിനോയ്ക്ക് നഷ്ടം വരുത്തിയെന്നും കുറ്റപ്പെടുത്താനായിരിക്കും. അവരെന്നെ കടിച്ചു കീറും. അവൾ തിടുക്കത്തിൽ അവിടെ നിന്ന് പോയി. രാജീവ് മേനോൻ ബോട്ടിൽ കയറി കരയിലെത്തി. കാസിനോ ടൈറ്റൻ്റെ റിസപ്ഷന് മുന്നിൽ അയാളുടെ മാനേജർ ഡേവിഡ് ബെൻസ് കാറുമായി കാത്തു നിന്നിരുന്നു. ഹോട്ടൽ റൂമിലെത്തിയപ്പോൾ രാത്രി 2 മണി. മണ്ടോവി നദിയിലെ തീരത്തുള്ള മനോഹരമായ 5 സ്റ്റാർ ഹോട്ടലാണത്. റൂം നമ്പർ 110. ബാറിൽ വിളിച്ച് ഒരു റെവിമാട്ടിനും സോഡയും ഓർഡർ ചെയ്തു. അടുത്ത നിമിഷം ഡോർബെൽ ശബ്ദിച്ചു. വാതിൽ തുറന്നപ്പോൾ മുന്നിൽ രോഹൻ, ജ്യോതിയുടെ മകൻ. മേനോൻ അമ്പരപ്പോടെ അവനെ നോക്കി. അച്ഛൻ അത്ഭുതപ്പെടേണ്ട, ഞാൻ തന്നെയാണ്. രോഹൻ അകത്തേക്ക് വന്നു. പിന്നിൽ വാതിലടഞ്ഞു. അമ്മ അച്ഛനോട് പിണങ്ങി പിരിഞ്ഞെങ്കിലും ഞാൻ അച്ഛനെ തള്ളി പറഞ്ഞിട്ടില്ല. അച്ഛൻ്റെ പേഴ്സണാലിറ്റിയും ക്വാളിറ്റിയുമാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. താനും ജ്യോതിയും തമ്മിലുള്ള കേസ് നടക്കുമ്പോഴും പിരിയുമ്പോഴും രോഹൻ തൻ്റെ കൂടെയുണ്ടായിരുന്നെന്ന് മേനോൻ ഓർത്തു. താൻ ജ്യോതിയെ വിവാഹം കഴിക്കുമ്പോൾ അവന് 10 വയസ്സായിരുന്നു പ്രായം. അച്ഛൻ വലിയൊരു പ്രതിസന്ധിയിലാണെന്ന് ഞാൻ അറിഞ്ഞു. രോഹൻ മേനോൻ്റെ മുഖത്തേക്ക് നോക്കി. ഐസക് സ്റ്റീഫൻ ബാങ്ക് പിടിച്ചെടുക്കുമെന്ന് വെല്ലുവിളിച്ചു അല്ലേ? കിങ് ബാങ്കിൻ്റെ ചെയർമാൻ്റെ കസേരയിലിരിക്കാൻ ആ തെണ്ടിക്ക് എന്താ യോഗ്യത? അതിരിക്കട്ടെ, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? രാജീവ് മേനോൻ അവനെ ഒന്ന് ചൂഴ്ന്നു നോക്കി. 50 കോടി രൂപയുടെ പേരിലല്ലേ സ്റ്റീഫൻ അച്ഛനെ ഇൻസൾട്ട് ചെയ്തത്? അച്ഛൻ ഇത് അവൻ്റെ മുഖത്തേക്ക് എറിഞ്ഞു കൊടുക്ക്. അയാൾ പോക്കറ്റിൽ നിന്ന് ഒരു കവറെടുത്ത് മേനോൻ്റെ കയ്യിൽ കൊടുത്തു. എന്താ ഇത്? അച്ഛൻ തുറന്നു നോക്ക്. മേനോൻ കവർ തുറന്ന് അതിനുള്ളിലെ കടലാസ് പുറത്തെടുത്തു. 50 കോടി രൂപയുടെ ചെക്ക്. മേനോൻ അമ്പരപ്പോടെ രോഹനെ നോക്കി. 50 കോടി രൂപ ഒരു രാത്രി കൊണ്ട് അച്ഛനുണ്ടാക്കാൻ പറ്റില്ലെന്നാണ് സ്റ്റീഫൻ കരുതിയത്. അവൻ്റെ വിലയല്ല അച്ഛന്. അച്ഛൻ്റെ പേര് പറഞ്ഞാൽ എനിക്ക് 150 കോടി കടം തരാൻ ആളുണ്ട്. രാജീവ് മേനോനെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അയാൾ രോഹനെ ആദ്യം കാണുന്നത് പോലെ നോക്കി. ജ്യോതിയുടെ മകനാണെങ്കിലും താൻ അവനെ തൻ്റെ മകനായി തന്നെയാണ് വളർത്തിയത്. അതിൻ്റെ ഫലമാണിത്. നന്ദി രോഹൻ. നിന്നോട് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. മേനോൻ വികാരിതനായി.
നിന്റെ അമ്മയെ ഞാൻ സ്നേഹിച്ചിട്ടേ ഉള്ളൂ, ഇപ്പോഴും സ്നേഹിക്കുന്നു. പക്ഷേ അവളെൻ്റെ ശത്രുക്കളുടെ കൂടെ കൂടി. എല്ലാം ഞാൻ കണ്ടത് കേട്ടതുമല്ല അച്ഛാ. ഇന്നലെയും ഞാൻ അമ്മയുമായി അതേപ്പറ്റി സംസാരിച്ചു. തെറ്റി. ഐസക് സ്റ്റീഫന് അമ്മയോ ഒരേ ചേരിയിലാണ്. അമ്മ അനുഭവിക്കുമെന്ന് ഞാൻ പറഞ്ഞു. സാരമില്ല, വിഷം മൂത്ത പാമ്പുകളും തേളുകളുമാണ് ഉപദേശങ്ങൾ കൊടുത്തതെന്ന് ഒരിക്കൽ അവൾ തിരിച്ചറിയും മോനെ. മേനോൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. കവർ രോഹൻ്റെ കയ്യിൽ തിരിച്ചു കൊടുത്തു. ഇത് നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. സ്റ്റീഫന് കൊടുക്കാനുള്ള പണം എൻ്റെ കയ്യിലുണ്ട്. നമ്മുടെ ബാങ്ക് അയാൾ കൊണ്ടുപോകില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ രോഹൻ സന്ദേഹിച്ചു നിന്നു. മോനിരിക്കെ, ഞാൻ ഫ്രഷായിട്ട് വരാം. രോഹൻ്റെ ചുമലിൽ വാത്സല്യത്തോടെ തട്ടിയിട്ട് രാജീവ് മേനോൻ വാഷ്റൂമിലേക്ക് നടന്നു. മേനോൻ്റെ മനസ്സ് നിറഞ്ഞെന്ന് രോഹന് മനസ്സിലായി. പുറം തിരിഞ്ഞ് സാവധാനം നടക്കുന്ന മേനോനെ നോക്കി രോഹൻ നിഗൂഢമായി ഒന്ന് പുഞ്ചിരിച്ചു. ആ നിമിഷം അവൻ ഓർമ്മകളിലേക്ക് ഒന്ന് ഓളിയിട്ടു. അരമണിക്കൂർ മുമ്പ് ബീച്ച് റിസോർട്ടിലെ കസേരയിൽ ചാരിക്കിടന്ന് രാത്രിയിൽ ഇളകുന്ന കടൽ നോക്കി കിടക്കുകയായിരുന്നു രോഹൻ. കടലിൻ്റെ ഇരമ്പൽ, ആകാശത്ത് നക്ഷത്രങ്ങൾ. ടേബിളിലിരുന്ന ഫോൺ വൈബ്രേറ്റ് ചെയ്തപ്പോൾ എടുത്തു നോക്കി. ഐസക് സ്റ്റീഫൻ. എന്താണ് സാർ? രോഹൻ എവിടെയാ? ഞാൻ ഗോവയിലാ, കലങ്കാട്ട് ബീച്ചിലെ റിസോർട്ടിൽ. എന്താ ഈ പാതിരാത്രി കഴിഞ്ഞപ്പോൾ? സാർ ഗോവയിലുമുണ്ടോ? ഞാൻ ഗോവയിൽ നിന്ന് പോന്നു. മുംബൈയിലാ, ജൂഹുവിലെ വീട്ടിൽ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് വിളിച്ചത്. ജീവൻ മരണ പോരാട്ടമാ. തോറ്റാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലടാ, തീപിടിച്ചതുപോലെ സ്റ്റീഫൻ പറഞ്ഞു. സാർ കാര്യം പറയും. എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണോ? രോഹന് ഉത്കണ്ഠയായി. എടാ, രാജീവ് മേനോൻ ഗെയിം ജയിച്ചു. എനിക്ക് തരാനുള്ള പണം അയാളുടെ കയ്യിലെത്തി. ബാങ്ക് എനിക്ക് കിട്ടൂലടാ. ഈ കളിയിൽ ഞാൻ തോറ്റുപോകും. അതിനെന്ത് ചെയ്യും? മേനോൻ ഗോവയിൽ നിന്ന് നാളെ രാവിലെ മുംബൈയിൽ എത്തരുത്. 5 മിനിറ്റ് കൂടി അവർ സംസാരിച്ചു. ഐസക് സ്റ്റീഫൻ അവന് ചില ഓഫറുകൾ കൊടുത്തു. മേനോനെ വകവരുത്താനുള്ള പദ്ധതി വിശദീകരിച്ചു. 10ാമത്തെ മിനിറ്റിൽ രോഹൻ്റെ ഓടി കാർ പനാജിയിലേക്ക് കുതിച്ചു. ആ നിമിഷം രോഹൻ്റെ ഓർമ്മ മുറിഞ്ഞു. ഷർട്ടിനുള്ളിലേക്ക് കൈനീട്ടി അരയിലെ ബെൽറ്റിനടിയിൽ നിന്ന് ഒരു പിസ്റ്റൾ അവൻ പുറത്തെടുത്തു. IWI ജെറിക്കോ 941. ഇസ്രായേൽ വെപ്പൺ ഇൻഡസ്ട്രീസ് നിർമ്മിച്ച സെമി ഓട്ടോമാറ്റിക് പിസ്റ്റൾ. ബാത്റൂമിൽ വെള്ളം ചീറ്റുന്ന ശബ്ദം കേട്ടു. മേനോൻ ഇറങ്ങാൻ കാത്തു നിൽക്കണോ? ബാത്റൂമിൽ ചെന്ന് തലയ്ക്കും നെഞ്ചിന് നിറയൊഴിക്കുന്നതാണ് ബുദ്ധിയെന്ന് അയാൾക്ക് തോന്നി. ശബ്ദം ഒട്ടും പുറത്തു പോകില്ല. മരണം സംഭവിച്ച കാര്യം നേരം പുലർന്നു കഴിഞ്ഞേ അറിയുകയുള്ളൂ. ഇതാണ് സമയം. രോഹൻ കരുതലോടെ മുന്നോട്ടൊരു ചുവട് വെച്ചു. പെട്ടെന്ന് പിന്നിൽ വാതിൽ തുറക്കുന്നത് ബെഡിൻ്റെ സൈഡിലെ ആൾക്കണ്ണാടിയിൽ അയാൾ കണ്ടു. യൂണിഫോം ധരിച്ച ബാർബോയി അകത്തേക്ക് വന്നു. അവൻ്റെ കയ്യിലെ റൗണ്ട് ട്രേയിൽ മദ്യ ഗ്ലാസും സോഡയുമുണ്ട്. പെട്ടെന്ന് രോഹൻ കൈ താഴ്ത്തി പിസ്റ്റൾ മറച്ചു. ബാർബോയി പുറംതിരിഞ്ഞു നിൽക്കുന്ന അയാളെ അടിമുടി നോക്കി. ക്ലബ് സോഡയോട് ചേർന്ന് മടക്കി വെച്ചിരുന്ന വെള്ള ടവലിനടിയിൽ നിന്ന് ഒരു തോക്ക് അയാൾ പുറത്തെടുത്തു. ഇറ്റാലിയൻ ബരേറ്റ 92 സെമി ഓട്ടോമാറ്റിക് പിസ്റ്റൾ. റോഹൻ തലതിരിച്ചു നോക്കി. കൈത്തോക്ക് തൻ്റെ നേരെ ഉയരുന്നത് കണ്ട അയാളുടെ ഉള്ളിൽ തീയാളി. ചൂടുവെള്ളത്തിൽ ഒന്ന് കുളിച്ചപ്പോൾ ഒരു പ്രത്യേക ഊർജ്ജം ലഭിച്ചതുപോലെ രാജീവ് മേനോന് തോന്നി. ഈ രാത്രിയിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്? ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ. ഇരു കൈകളിലും വെള്ളം പിടിച്ച് മുഖത്തൊഴിച്ചു. പെട്ടെന്ന് അയാളൊന്ന് വിറച്ചു. വേഗം പൈപ്പ് അടച്ചു. വെടി പൊട്ടുന്നു. മേനോൻ വാതിൽ വലിച്ചു തുറന്ന് ഒറ്റച്ചാട്ടത്തിന് പുറത്തെത്തി. വെളിയിലേക്കുള്ള വാതിൽ അടയുന്നത് അയാൾ കണ്ടു. പച്ച കാർപ്പറ്റിൽ കിടന്ന് പിടയുന്ന ആൾ രോഹനാണെന്ന് രാജീവ് മേനോൻ നടുക്കത്തോടെ തിരിച്ചറിഞ്ഞു. ചുമലിലെ ദ്വാരങ്ങളിൽ നിന്ന് ചോര ചീറ്റുന്നു. പിസ്റ്റൾ പിടിച്ച അയാളുടെ കൈ വിറച്ച് നിശ്ചലമാകുന്നത് രാജീവ് മേനോൻ കണ്ടു. അടഞ്ഞുകിടന്ന വലിയ വാതിലിന് മുന്നിലേക്ക് രാജീവ് മേനോൻ അക്ഷമനായി ചെന്നു. മുകളിലെ ചുവന്ന ലൈറ്റിൽ തിളങ്ങുന്ന ബോർഡ് അദ്ദേഹത്തെ കൂടുതൽ അസ്വസ്ഥനാക്കി. ഓപ്പറേഷൻ തിയേറ്റർ. ബംബോളിമിലെ ഗോവ മെഡിക്കൽ കോളേജിലായിരുന്നു അയാൾ. വെടിയേറ്റ് വീണ രോഹൻ ഓപ്പറേഷൻ തിയേറ്ററിൽ ജീവന് വേണ്ടി പിടയുകയായിരുന്നു അപ്പോൾ. സമയം രാവിലെ 8 മണി. മേനോൻ്റെ മാനേജർ ഡേവിഡ് അവിടെയുണ്ടായിരുന്നു. ഡോക്ടർ ആൻ്റണി ഒരു പ്രാവശ്യം പുറത്തു വന്നു. സാർ, അയാൾ പറഞ്ഞു. അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞോ? ഉത്കണ്ഠയോടെ മേനോൻ തിരക്കി. ഒന്നും പറഞ്ഞില്ല. മുഖഭാവം കണ്ടിട്ട് വളരെ സീരിയസ് ആണെന്ന് തോന്നി. ഉടനെ തന്നെ അകത്തേക്ക് പോയി. മേനോൻ പിന്നെയൊന്നും പറയാൻ കഴിഞ്ഞില്ല. അസ്വസ്ഥതയോടെ 2 ചാൽ നടന്നു അയാൾ. ജ്യോതി മാഡത്തെ വിവരമറിയിച്ചു. ചില അടുത്ത സുഹൃത്തുക്കളെയും. ഡേവിഡ് പിന്നാലെ വന്ന് പറഞ്ഞു. മേനോൻ അയാളെ നോക്കി. ജ്യോതി എന്ത് പറഞ്ഞു? ഷോക്കായിപ്പോയി. ഒരു നിലവിളിയാണ് ആദ്യം കേട്ടത്. ഫോൺ കട്ട് ചെയ്തു. പിന്നെ 2 പ്രാവശ്യം എന്നെ വിളിച്ച് വിവരം തിരക്കി. ഓപ്പറേഷൻ തിയേറ്ററിലാണെന്ന് ഞാൻ പറഞ്ഞു. 6:30 പുറപ്പെട്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മേനോൻ നടന്നു. പിന്നെ നിന്നു. ഡേവിഡേ. സാർ. അയാൾ അടുത്ത് വന്നു. മുംബൈ ഓഫീസിൽ വിളിച്ച് ഐസക് സ്റ്റീഫൻ്റെ പണം അയാളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു കൊടുക്കാൻ പറയണം. ശരി സാർ. മേനോൻ കോറിഡോറിലൂടെ നടന്ന് ശീതീകരിച്ച ഒരു ക്യാബിനിലെത്തി. ഡോക്ടർ ആൻ്റണി ഡയസിൻ്റെ മുറിയാണത്. പ്രഗത്ഭനായ സർജനാണ് ഡോക്ടർ ആൻ്റണി. മേനോൻ്റെ സുഹൃത്തായ അദ്ദേഹമാണ് രോഹനെ അറ്റൻഡ് ചെയ്തിരിക്കുന്നത്. കർച്ചീഫ് കൊണ്ട് മുഖത്തൊടിച്ചിട്ട് മേനോൻ കസേരയിൽ ചാരിയിരുന്നു. രോഹൻ്റെ ശരീരത്തിലെ വിറയൽ നിൽക്കുന്നത് കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ മരവിച്ച് നിൽക്കുമ്പോഴാണ് ജോലിക്കാരും സെക്യൂരിറ്റിയും ഓടി വന്നത്.
ഹോട്ടലിലെ ഡോക്ടർ എത്തി പരിശോധിച്ചപ്പോൾ മരിച്ചിട്ടില്ലെന്നറിഞ്ഞു. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. ഡേവിഡ് ആ ഹോട്ടലിൽ തന്നെ ഉണ്ടായിരുന്നത് തനിക്ക് ആശ്വാസമായി. പിന്നിൽ നിന്നാണ് വെടിയേറ്റിരിക്കുന്നത്. വെടിയുണ്ട എത്രത്തോളം തുളച്ചു കയറിയിട്ടുണ്ടെന്നോ പെനിട്രേഷനിൽ ആന്തരായവങ്ങൾക്ക് തകരാറ് സംഭവിച്ചിട്ടുണ്ടോ എന്നോ അറിയില്ല. വിളിച്ചപ്പോൾ തന്നെ ഡോക്ടർ ആന്റണി ഡയസിനെ കിട്ടിയത് ഭാഗ്യമായി. രോഹൻ മരണത്തെ അതിജീവിക്കുമെന്ന് തന്നെ രാജീവ് മേനോൻ വിശ്വസിച്ചു. ആരാണ് അവനെ കൊല്ലാൻ ശ്രമിച്ചത്? അവൻ തൻ്റെ മുറിയിലുണ്ടെന്ന് കൊലപാതകി എങ്ങനെയാണ് അറിഞ്ഞത്? മേനോൻ്റെ അസ്വസ്ഥത വർദ്ധിച്ചു. ഒരുപക്ഷെ കൊലയാളി ആളുമാറി ഷൂട്ട് ചെയ്തതായിരിക്കുമോ? തന്നെ കൊല്ലാനാണോ അയാൾ ഉദ്ദേശിച്ചത്? തനിക്ക് ശത്രുക്കൾ ധാരാളമുണ്ട്. രോഹൻ എന്തിനാണ് പിസ്റ്റൾ കൊണ്ടു നടന്നത്? കൊലയാളി പുറകെയുണ്ടെന്ന് അവനറിയാമായിരുന്നോ? ഹോട്ടലിലെ ക്യാമറകളിൽ കൊലയാളിയുണ്ട്. ഇൻസ്പെക്ടർ അശോകനാണ് അന്വേഷിക്കുന്നതെന്നും പ്രതി രക്ഷപ്പെടുകയില്ലെന്നും കമ്മീഷണർ പ്രണാബ് ഗവാക്കർ തനിക്ക് ഉറപ്പു തന്നിട്ടുണ്ട്. മാനേജർ ഡേവിഡിനൊപ്പം ഒരു നേഴ്സും ക്യാബിനിലേക്ക് വന്നു. മെലിഞ്ഞ ശരീരമുള്ള സുന്ദരി. അവൾ കയ്യിലിരുന്ന ജഗ്ഗിൽ നിന്നും ആവി പറക്കുന്ന കാപ്പി പകർന്ന് മേനോന് കൊടുത്തു. സാറിനെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ആന്റണി ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഇത് കുടിക്കൂ. സാറിന് ഷുഗർ കഴിക്കാമോ? നോ പ്രോബ്ലം. കപ്പ് വാങ്ങിക്കൊണ്ട് മേനോൻ പറഞ്ഞു. ചൂടുകാപ്പി രണ്ടിറക്ക് കുടിച്ചപ്പോൾ പുതുജീവൻ വന്നതുപോലെ തോന്നി. മേനോൻ നന്ദിയോടെ നേഴ്സിനെ നോക്കി. ലവ്ലി എന്നാണ് അവളുടെ പേര്. പേഷ്യൻറ്റിൻ്റെ അവസ്ഥ എന്താണ് സിസ്റ്ററെ? അറിയില്ല സാറേ, ഞാൻ തിയേറ്ററിലല്ലായിരുന്നു. മേനോൻ എന്തോ പറയാൻ തുനിഞ്ഞപ്പോൾ ഇൻസ്പെക്ടർ അശോകനും 2 പോലീസുകാരും ഇടനാഴിയിലൂടെ വന്നു. ഇൻസ്പെക്ടർ മാത്രമേ ക്യാബിനിലേക്ക് കടന്നുള്ളൂ. ദീർഘകായൻ, മുഖത്ത് മുറിവിൻ്റെ പാടുണ്ട്. നേഴ്സും ഡേവിഡും പുറത്തേക്കിറങ്ങിയപ്പോൾ അശോകൻ പറഞ്ഞു, സാർ, കൊലയാളി ബുദ്ധിപരമായാണ് ആ ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നത്. വർഷങ്ങളായി ഗോവയിൽ താമസിക്കുന്ന മലയാളിയാണ് അശോകൻ. സാർ ഹോട്ടലിൽ മദ്യത്തിന് ഓർഡർ ചെയ്തിരുന്നു അല്ലേ? ഉവ്. ഒരു പെഗ് റെമി മാർട്ടിൻ. ആ മദ്യവുമായി ബാർബോയി ലിഫ്റ്റിൽ കയറിയപ്പോൾ കൊലയാളിയും കയറി. അവൻ അയാളെ തോക്കിൻ മുനയിൽ നിർത്തി 1-ാം നിലയിലെ ഹൗസ് കീപ്പിംഗ് റൂമിലേക്ക് കൊണ്ടുപോയി. രാജീവ് മേനോൻ ഇൻസ്പെക്ടറെ നോക്കി. അവിടെ വെച്ച് അവൻ്റെ തലയ്ക്കടിച്ച് ബോധം കെടുത്തിയിട്ട് ആ യൂണിഫോം ധരിച്ച് മദ്യവുമായി 110-ാം നമ്പർ മുറിയിലേക്ക് വന്നു. ഇതിൻ്റെയൊക്കെ ക്യാമറ ദൃശ്യങ്ങളുണ്ട്. അവിടെ എന്താണ് നടന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ ബാത്റൂമിൽ കയറിയ സമയത്താണ് വെടിവെച്ച കേട്ടത്, മേനോൻ പറഞ്ഞു. കൊലയാളി കൊല്ലാൻ ഉദ്ദേശിച്ചത് സാറിനെയാണോ മകനെയാണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. മേനോൻ സംശയത്തോടെ ഇൻസ്പെക്ടറെ നോക്കി. അതിനുത്തരം പറയാൻ രോഹനാണ് കഴിയുക. എന്തെങ്കിലും ഭീഷണിയുള്ളതായി സാറിനോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല ഇൻസ്പെക്ടർ, മേനോൻ വിഷമത്തോടെ പറഞ്ഞു. രോഹൻ്റെ കയ്യിൽ പിസ്റ്റൾ ഉണ്ടായിരുന്നു, ഇസ്രായേലിൽ നിർമ്മിച്ചത്. മേനോൻ അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി. രോഹനും കൊലയാളിയും ഏറ്റവും മികച്ച തോക്കുകൊണ്ട് ഏറ്റുമുട്ടുന്നവരാണ്. സാറിൻ്റെ കയ്യിലും അത്തരത്തിലൊരെണ്ണമുണ്ടല്ലോ? ഇല്ല, എനിക്ക് തോക്കൊന്നുമില്ല. താങ്കളെപ്പോലുള്ള ഒരാൾക്ക് സ്വയരക്ഷയ്ക്ക് ഒരു തോക്ക് ആവശ്യമല്ലേ? ഒരു തോക്ക് കയ്യിലുണ്ടായാൽ രക്ഷയാകുമോ അശോക? മേനോൻ ഒന്ന് ചിരിച്ചു. ആരെയും കൊല്ലരുതെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. ഇതുവരെ മറ്റൊരാളുടെ രക്തം എൻ്റെ കയ്യിൽ പറ്റിയിട്ടില്ല. രാജീവ് മേനോൻ വികാരധീനനായി. പെട്ടെന്ന് വാതിൽ തുറന്ന് ഡോക്ടർ ആന്റണി ഡയസ് കടന്നു വന്നു. അദ്ദേഹം പരീക്ഷീണനായിരുന്നു. രാജീവ് മേനോൻ്റെ ഉത്കണ്ഠയോടെയുള്ള നോട്ടം കണ്ട് ഡോക്ടർ പറഞ്ഞു, ബുള്ളറ്റുകൾ പുറത്തെടുത്തു. പക്ഷേ ഇൻറ്റേർണൽ ഓർഗൻസിൽ സിവിയർ ഇഞ്ചുറീസ് ഉണ്ട്. ഹാർട്ടിന് കുഴപ്പമില്ല. ഒരു ക്രിട്ടിക്കൽ സർജറി ആയിരുന്നു. ഇപ്പോൾ മയക്കത്തിലാണ്. 1 മണിക്കൂർ കഴിഞ്ഞ് ICUവിൽ ചെന്ന് രാജീവിനെ അയാളെ കാണാം. ഡോക്ടർ കസേരയിലിരുന്നു. പിന്നെ ബാഗിൽ നിന്ന് ഫ്ലാസ്ക് എടുത്ത് തുറന്ന് ചൂടുവെള്ളം ഗ്ലാസ്സിൽ പകർന്നു. പേഷ്യൻ്റ് വളരെ ക്രിട്ടിക്കലാണ്. ഒന്ന് കാണുക മാത്രമേ ചെയ്യാവൂ. അനുസരണയുള്ള കുട്ടിയെപ്പോലെ മേനോൻ ശിരസ്സിറക്കി. വർഷങ്ങളുടെ പരിചയമുണ്ട് അവർ തമ്മിൽ. മേനോൻ്റെ ഫ്ലൈറ്റിലായിരുന്നു ഡോക്ടറുടെ സ്ഥിരം യാത്ര. ICUവിന് വെളിയിൽ കാത്തിരിക്കുമ്പോൾ രാജീവ് മേനോൻ മനീഷയെ ഓർത്തു. കാസിനോയിൽ നിന്ന് പിരിയുമ്പോൾ മനീഷ പറഞ്ഞതുപോലെ അവളെ അവർ കൊത്തിപ്പറിച്ചിട്ടുണ്ടാവുമോ? അപ്പോൾ തൻ്റെ ചുറ്റുമിരിക്കുന്ന സിംഹങ്ങളെ ഉറ്റുനോക്കുകയായിരുന്നു മനീഷ. തലേദിവസം മാനേജർ ബാബയും സംഘവും തന്നെ ചീത്ത പറഞ്ഞത് ബോധം കെടുത്തിയതാണ്. ഇപ്പോൾ ചുറ്റുമിരിക്കുന്നത് ടൈറ്റൻസ് ശ്രീലങ്കയിലും മക്കാവിലുമുള്ള കാസിനോകളുടെ പാർട്ണർമാരാണ്. മറ്റുള്ളവരെ ചൂതുകളിപ്പിച്ച് മെയ്യനങ്ങാതെ കോടീശ്വരന്മാരായവർ. അവരിൽ മഹേഷ് റായിയെ മാത്രമാണ് അവൾക്ക് പരിചയമുള്ളത്. കോടികളുടെ കളപ്പണമുള്ള കേന്ദ്രമന്ത്രിയുടെ ബിനാമിയാണ് അയാൾ. അയാളുടെ അടുത്ത് തൻ്റെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ബാബ. അടുത്ത കസേരയിലേക്ക് ഇരിക്കുന്നത് ചൈനക്കാരൻ യൂങ്ലിയാണ്. കാർലോ പോണ്ടി വന്നിട്ടില്ല. പിന്നെ അറിയാവുന്നത് തൻ്റെ ഡാഡി രഞ്ജൻ ചൗധരിയെയാണ്. മീറ്റിങ്ങിൻ്റെ അധ്യക്ഷൻ 50-കാരനായ അദ്ദേഹമാണ്. എല്ലാവരും പറഞ്ഞത് മനീഷ കേട്ടല്ലോ. ചൗധരി മനീഷയെ നോക്കി. നിന്റെ കുറ്റം കൊണ്ടാണ് കാസിനോയ്ക്ക് 72 കോടി നഷ്ടം വന്നത്. ആ നഷ്ടം നീ തന്നെ നീത്തണമെന്നുമാണ് ബോർഡ് പറയുന്നത്. നിനക്കെന്താ പറയാനുള്ളത്? മനീഷ മുഖം തുടച്ചിട്ട് എല്ലാവരെയും നോക്കി. മാനേജർ ബാബയെയും. കളിക്കാൻ തയ്യാറായുവെന്ന ഒരാളെ പ്രോത്സാഹിപ്പിക്കുക മാത്രമാണ് ഞാൻ ചെയ്തത്. 2 കോടി രൂപ കാസിനോയ്ക്ക് കിട്ടാനായിരുന്നു ചാൻസ് കൂടുതൽ. ഭാഗ്യത്തിന് അദ്ദേഹം വിൻ ചെയ്തു. അതെങ്ങനെയാണ് എൻ്റെ കുറ്റമാകുന്നത്? മനീഷ ശാന്തമായി വിശദീകരിച്ചു. നിന്റെ കുറ്റം തന്നെ. നീ അത് തിരിച്ചു തരണം, മഹേഷ് റായ് പകയോട് പറഞ്ഞു. യൂങ്ലി അത് ശരിവെച്ച് തലയാട്ടി. രഞ്ജൻ ചൗധരി ഇടപെട്ടു. മഹേഷ് റായ്,
2 കോടിയുടെ ബെറ്റ് രാജീവ് മേനോൻ വെച്ചപ്പോൾ നിങ്ങൾ തടഞ്ഞില്ലല്ലോ. പകരം നിങ്ങളും ബാബയും ഉൾപ്പെടെയുള്ള നിങ്ങളുടെ സംഘവും അയാൾ വിൻ ചെയ്യാതിരിക്കാൻ വേണ്ടതെല്ലാം ചെയ്തു. ഗാംബ്ലിംഗ് ആണെങ്കിലും അതിനും ഒരു നേരും നെറിയുമില്ലേ റായി? മഹേഷ് റായ് മിണ്ടിയില്ല. റിമോട്ട് കൊണ്ട് ഒരു ബോൾ നിയന്ത്രിക്കാൻ നിങ്ങൾ ശ്രമിച്ചു. രാജീവിൻ്റെ ഭാഗ്യം കൊണ്ട് അത് ഫലിച്ചില്ല. നിങ്ങളുടെ ടെക്നീഷ്യന്മാർ കഴിവ് കെട്ടവരാണ്. മനീഷ അമ്പരപ്പോടെ നോക്കി. ആ രഹസ്യം അവൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അയാൾ വിൻ ചെയ്തപ്പോൾ പണം നമ്മൾ കൊടുക്കണം. അയാൾ തോറ്റ് 2 കോടി കമ്പനിക്ക് കിട്ടുകയിരുന്നെങ്കിൽ നിങ്ങൾ മനീഷയ്ക്ക് എന്തെങ്കിലും കൊടുക്കുമായിരുന്നോ? ആരും മിണ്ടിയില്ല. ഇല്ല, കൊടുക്കില്ല. എന്നാൽ രാജീവ് മേനോൻ ഈ കുട്ടിക്ക് 10 കോടി ഓഫർ ചെയ്തതാണ്. അവളത് നിഷേധിച്ചു. രഞ്ജ് ചൗധരി പറഞ്ഞു. മഹേഷ് അമ്പരന്ന് അവളെ നോക്കി. അതാണ് തൊഴിലിലെ സത്യസന്ധത. കാസിനേക്ക് നഷ്ടമുണ്ടാക്കിയത് മനീഷയല്ല, നിങ്ങളാണ്. രഞ്ജ് ചൗധരി അവരെ നോക്കി. നീ പോയിക്കോ. മനീഷ പോയി. നിങ്ങളുടെ ഏതോ വെപ്പാട്ടിയുടെ മകളായതുകൊണ്ടല്ലേ ഈ സിമ്പതി? മഹേഷ് റായ് രോഷത്തോടെ ചൗധരിയെ നോക്കി. കാസിനോയിൽ കണ്ട അന്നു മുതൽ അയാളുടെ ദൗർബല്യമാണ് മനീഷ. പണവും ഡൽഹിയിൽ വലിയ ജോലിയും ഓഫർ ചെയ്തിട്ടൊന്നും അവൾ വീണില്ല. അതെ, എൻ്റെ മകളാണ്. മിസ്റ്റർ റായി അതിലിടപെടേണ്ട. അതേ സ്വരത്തിൽ ചൗധരി പറഞ്ഞു. കൊച്ചുമകളുടെ പ്രായം പോലുമില്ലാത്ത മനീഷയെ കാസിനോയിൽ കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശമൊക്കെ ഞങ്ങൾക്കറിയാം. മഹേഷ് പരിഹസിച്ചു. എന്തുദ്ദേശമാണെന്നാ മഹേഷ് അങ്കിളിന് അറിയാവുന്നത്? വാതിൽക്കൽ നിന്ന മനീഷ മഹേഷ് റായിയുടെ മുന്നിലേക്ക് വന്നു. പാതിരാത്രിയിൽ നിങ്ങളെന്നെ വിളിച്ച് കൊഞ്ചിയതും വാഗ്ദാനങ്ങൾ തന്നതുമൊക്കെ ഈ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അവൾ മൊബൈൽ ഫോൺ അയാളുടെ മുഖത്തിന് നേരെ കാണിച്ചു. ഞാനതൊക്കെ എല്ലാവരെയും കേൾപ്പിക്കട്ടെ? എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടായി. മഹേഷ് റായി ഭീതിയോടെ മനീഷയെ നോക്കി. അയാൾ വിയർത്തുപോയി. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നേഴ്സ് വാതിൽ തുറന്നു. രോഹൻ്റെ അച്ഛനാണ്. എനിക്കൊന്ന് കാണണം. വരൂ, നേഴ്സ് പറഞ്ഞു. അവിടെ നിൽക്കൂ. ഒരു കൈ ബലമായി രാജീവ് മേനോൻ്റെ ചുമലിൽ പിടിച്ചു നിർത്തി. അയാൾ തിരിഞ്ഞു നോക്കി. ജ്യോതി മേനോൻ. അവളുടെ കണ്ണുകൾ അയാളുടെ മുഖത്ത് ശൂലം പോലെ തറച്ചു. ഞാൻ അവൻ്റെ അമ്മയാണ്. മോനെ കാണാനുള്ള അവകാശം എനിക്കാണ്. 60 വയസ്സിലും 50 പോലും തോന്നിക്കാത്ത ആ സർപ്പ നർത്തകി മേനോൻ്റെ മുഖത്തേക്ക് വാക്കുകൾ ചീറ്റി. അവളുടെ പിന്നിൽ അതേ ഉയരമുള്ള ഒരു സ്ത്രീയും 2 പുരുഷന്മാരും നിൽക്കുന്നു. ജ്യോതിയുടെ സെക്യൂരിറ്റികളാണ്. രോഹനെ രക്ഷപ്പെടുത്തിയത് ഞാനാണ്, മേനോൻ പറഞ്ഞു. എൻ്റെ മോനെ വെടിവെച്ചിട്ട് ചത്തില്ല. ആളുകൾ ഓടി വന്നപ്പോൾ രക്ഷകനായി അഭിനയിച്ചു അല്ലേ? ജ്യോതി ചോദിച്ചു. രാജീവ് മേനോൻ നടുങ്ങിപ്പോയി. അയാളുടെ കൈ തരിച്ചതാണ് കർണത്തൊന്ന് പൊട്ടിക്കാൻ. പക്ഷേ നിയന്ത്രിച്ചു. എൻ്റെ മകൻ മരിച്ചാലും ജീവിച്ചാലും നിങ്ങളെ ഞാൻ വിടില്ല. വിരൽ ചൂണ്ടി ജ്യോതി വിറച്ചു. പിന്നെ വാതിൽ കടന്ന് അകത്തേക്ക് പോയി. മേനോൻ സ്തംഭിച്ചു നിന്നു. ആ സ്ത്രീക്ക് ഭ്രാന്ത സാറേ? ഡേവിഡ് അമർഷത്തോടെ പറഞ്ഞു. അപകടം കണ്ടതുപോലെ ഒരു ഭാവം അയാളുടെ മുഖത്തുണ്ടായി. സാറേ, സ്റ്റീഫൻ. രാജീവ് മേനോൻ തിരിഞ്ഞു നോക്കി. ഐസക് സ്റ്റീഫൻ ലിഫ്റ്റിൽ നിന്നിറങ്ങി അവിടേക്ക് അടുക്കുന്നു. പിന്നിൽ കാസിനോയിൽ വെച്ച് കണ്ട ബോഡി ഗാർഡുകൾ. അയാളെ എങ്ങനെ ഫേസ് ചെയ്യണമെന്നറിയാതെ മേനോൻ നിന്നു. ഐസക് അക്ഷോഭിനായി വന്ന് രാജീവ് മേനോൻ്റെ കൈ പിടിച്ച് കുലുക്കി. കൺഗ്രാജുലേഷൻ. എൻ്റെ പണം എനിക്ക് കിട്ടി. കിങ് ബാങ്ക് നിങ്ങൾക്ക് തന്നെ. ഗെയിമിൽ നിങ്ങൾ ജയിച്ചു. സ്റ്റീഫൻ ചിരിച്ചു. പക്ഷേ ഈ കളിയിൽ നിങ്ങൾ തോൽക്കും മേനോനെ. ഏത് കളി? രോഹനെ കൊന്ന കളി. അതിന് രോഹൻ മരിച്ചിട്ടില്ലല്ലോ സ്റ്റീഫ. എൻ്റെ മകനെ നിങ്ങൾക്ക് കൊല്ലണോ? നിങ്ങളുടെ മകനോ? എന്നു മുതലാ രോഹൻ നിങ്ങളുടെ മകനായത്? അത് തനിക്കറിയാം. തന്നോട് തർക്കിക്കാൻ ഞാനില്ല. കരിന്തിരി കത്തുന്ന ജീവനാണ് രോഹൻ്റേത്. അറിയാതെ ഒരു നിശ്വാസം മതി അത് അണഞ്ഞു പോകാൻ. ബോഡി കിട്ടിയത് രാജീവ് മേനോൻ്റെ മുറിയിൽ നിന്നാണ്. എന്ത് ഭ്രാന്താ നിങ്ങളീ പറയുന്നത്? പോലീസിനറിയാം സത്യം. അവരുടെ കയ്യിൽ തെളിവുകളുണ്ട്. ഒരു CCTV ഫോട്ടോയോ? അത് മാറ്റാൻ അധികം സമയം വേണോ? സ്റ്റീഫൻ ചിരിച്ചു. അയാളുടെ മൊട്ടത്തലയുടെ പിന്നിലെ മടക്കുകളിൽ വിയർപ്പൊഴുകി. പത്രങ്ങളും TV-യും വിളിച്ചു പറയുന്ന സത്യം എന്താണെന്നറിയാമോ? ജ്യോതിയുമായി വിവാഹബന്ധം ഏർപ്പെടുത്തിയ നിങ്ങൾ അവരുടെ മകനെ കൊന്നു. സ്റ്റീഫൻ രോഹനെ കൊല്ലാൻ പദ്ധതിയിട്ടുണ്ടോ എന്ന് രാജീവ് മേനോൻ സംശയിച്ചു. അവൻ്റെ കരിന്തിരി പോലെ കത്തുന്ന ജീവൻ ഊതിക്കെടുത്തുമെന്നല്ലേ ആ പറഞ്ഞതിനർത്ഥം? മേനോൻ അയാളുടെ കോളറിനെ കയറി പിടിച്ച് കുലുക്കി. നിനക്ക് രോഹനെ കൊല്ലണോടാ? രാജീവ് മേനോൻ ശക്തിയോടെ പിടിച്ചു വലിച്ചപ്പോൾ ഐസക് സ്റ്റീഫൻ വേച്ചുപോയി. പെട്ടെന്ന് അയാളുടെ ബോഡി ഗാർഡുകൾ മുന്നോട്ടാഞ്ഞു. അതേസമയം ICUവിന് മുന്നിലുണ്ടായ ഒരു ശബ്ദം എല്ലാവരുടെയും ശ്രദ്ധ തിരിച്ചു. ജ്യോതി ഡോക്ടറോടും നേഴ്സിനോടും പൊട്ടിത്തെറിക്കുകയാണ്. മേനോൻ സ്റ്റീഫനെ പിന്നോട്ട് തള്ളിയിട്ട് പിടിവിട്ടു. എൻ്റെ മോന മരണശ്വാസം വലിച്ചു കിടക്കുന്നത്. മോനെ എന്ന് വിളിക്കാനോ ഒന്ന് തൊടാനോ അമ്മയ്ക്ക് അവകാശമില്ലേ? മരിച്ചു കഴിഞ്ഞിട്ടും വെന്റിലേറ്ററിൽ കിടത്തിയിരിക്കുകയാണോ എന്ന് ഞാനെങ്ങനെ അറിയും? അകത്തു നിൽക്കുന്ന ഡോക്ടറോടും നേഴ്സിനോടും ജ്യോതി ദേഷ്യപ്പെട്ടു. നേഴ്സ് അവരെ വാതിൽക്കൽ നിന്ന് ബലമായി തള്ളിയിറക്കി. നിങ്ങൾ ആരാണെങ്കിലും പേഷ്യൻറ്റിനെ ഡിസ്റ്റർബ് ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഡോക്ടർ വാതിലടച്ചു. അപമാനിതയായെങ്കിലും രാജീവിനെ കണ്ടപ്പോൾ ജ്യോതിയുടെ ദേഷ്യം അയാളോടായി. രാത്രി 2 മണിക്ക് എൻ്റെ മകനെ നിങ്ങളുടെ മുറിയിൽ എന്തിനാണ് വിളിച്ചു വരുത്തിയത്? മേനോൻ മിണ്ടിയില്ല. ചുറ്റും ശത്രുക്കളാണ് അവളുടെ ആളുകൾ. ജ്യോതി, ഇയാളാണ് രോഹനെ വെടിവെച്ചത്. നോ ഡൗട്ട്. ഐസക് സ്റ്റീഫൻ മേനോൻ്റെ നേരെ കൈ ചൂണ്ടി. തന്നോടുള്ള പക ആ ശബ്ദത്തിലുണ്ടെന്ന് മേനോന് മനസ്സിലായി. മോനും കൂടി പോയാൽ എനിക്ക് പിന്നെ ആരുമില്ല ഐസക്കെ. ജ്യോതിയുടെ സ്വരം പതറി. ഇയാളെ രക്ഷപ്പെടാൻ ഞാൻ അനുവദിക്കില്ല. അവർ കരച്ചിൽ നിയന്ത്രിക്കുകയാണെന്ന് ഡേവിഡിന് മനസ്സിലായി.
സാറേ ഇവിടെ നിൽക്കണ്ട, മുറിയിലേക്ക് പോകാം, അയാൾ മേനോനോട് പറഞ്ഞു. അപ്പോൾ ഹോസ്പിറ്റൽ മാനേജറും ഇൻസ്പെക്ടർ അശോകനും അവിടേക്ക് വന്നു. സ്റ്റീഫൻ ഇൻസ്പെക്ടറെ നോക്കി പുഞ്ചിരിച്ചു. നിങ്ങൾ ഇവിടെ നിന്ന് ബഹളമുണ്ടാക്കരുത്, ഇൻസ്പെക്ടർ ജ്യോതിയെ താക്കീത് ചെയ്തു. ഇൻസ്പെക്ടർ, ഇയാളെൻ്റെ മകനെ കൊന്നു, നിറക്കണ്ണുകളോടെ ജ്യോതി പറഞ്ഞു. കൊന്നെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതിയോ, ഇൻസ്പെക്ടർ ചോദിച്ചു. അയാൾ മരിച്ചിട്ടില്ല. ബോധം തെളിയുമ്പോൾ കൊല്ലാൻ ശ്രമിച്ചത് ആരാണെന്ന് പറയും. പ്രതി ആരാണെന്ന് അപ്പോൾ തീരുമാനിച്ചാൽ മതി. അത് കേട്ട് ഐസക് സ്റ്റീഫൻ്റെ മുഖത്തൊരു നടുക്കമുണ്ടായി. ജ്യോതിക്ക് മിണ്ടാൻ കഴിഞ്ഞില്ല. അശോകൻ രാജീവ് മേനോനെ മാറ്റി നിർത്തി സംസാരിച്ചു. ഹോസ്പിറ്റലിന് വെളിയിൽ മീഡിയക്കാർ കാത്തു നിൽക്കുകയാണ്. ഇത്തരമൊരു കേസിൽ സാറിനെ പോലെ ഒരാളെ കിട്ടിയാൽ അവരെന്ത് ചെയ്യുമെന്ന് അറിയാമല്ലോ. വലിയ അപകടം മുന്നിൽ കണ്ടതുപോലെ മേനോൻ പതറി. ഇൻ്റർനാഷണൽ ന്യൂസാണ്. കിങ് എയർലൈൻസിൻ്റെയും കിങ് ബാങ്കിൻ്റെയും ഉടമസ്ഥൻ്റെ മുറിയിൽ മകൻ വെടിയേറ്റ് വീണു എന്ന് 10 മിനിറ്റിനുള്ളിൽ ലോകം മുഴുവൻ അറിയും. ഇതുവരെ ഞങ്ങൾ ആ വാർത്ത പുറത്തുവിടാതിരിക്കുകയായിരുന്നു. മേനോൻ ഇൻസ്പെക്ടറെ മിഴിച്ചു നോക്കി. ഞാൻ ശ്രദ്ധിച്ചുകൊള്ളാം ഇൻസ്പെക്ടർ, താങ്ക് യു. മേനോനും ഡേവിഡ് പോകുന്നത് കണ്ട് സ്റ്റീഫൻ ജ്യോതിയോട് പറഞ്ഞു. ആ ഇൻസ്പെക്ടർ അയാളെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്ന് തോന്നുന്നു, വിട്ടുകൊടുക്കരുത്. ജ്യോതി ഇൻസ്പെക്ടർ അശോകൻ്റെ അടുത്തേക്ക് വന്നു. നിങ്ങൾ കൊലയാളിയെ സഹായിക്കുകയാണോ? പ്രതി രാജീവ് മേനോനാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. മാഡം വികാരം കൊണ്ട് അബദ്ധമൊന്നും പറയരുത്. പിന്നെ നിങ്ങൾക്കത് തിരിച്ചെടുക്കാൻ പറ്റില്ല, ഇൻസ്പെക്ടർ താക്കീത് ചെയ്തു. 20 വർഷം രാജീവിൻ്റെ കൂടെ ജീവിച്ചവളാണ് ഞാൻ. നിങ്ങളെക്കാൾ എനിക്ക് അയാളെ അറിയാം. ഉള്ളിലുയർന്ന രോഷം അശോകൻ പണിപ്പെട്ടു സ്വയം നിയന്ത്രിച്ചു. പിറ്റേന്ന് രാവിലെ 10 മണിക്ക് പനാജിയിലെ പോലീസ് ക്വാർട്ടേഴ്സിലേക്ക് രാജീവ് മേനോനെ ഇൻസ്പെക്ടർ വിളിച്ചു വരുത്തി. പോലീസ് കമ്മീഷണർ പ്രണബ് ഗവാക്കറുടെ ഓഫീസിലാണ് അയാൾ എത്തിച്ചത്. കമ്മീഷണർ ഇൻസ്പെക്ടർ അശോകന് രാജീവ് മേനോന് മാത്രം. കൊലയാളിയുടെ CC ക്യാമറ ക്ലിപ്പുകൾ കാണിക്കാം. രാജീവിനെ അയാളെ തിരിച്ചറിയാമെന്ന് നോക്കണം. കമ്മീഷണർ മേനോൻ്റെ മുഖത്തേക്ക് നോക്കി. 125 ഇഞ്ച് വലിപ്പമുള്ള മോണിറ്ററാണ് ഭിത്തിയിലുണ്ടായിരുന്നത്. അതിൽ വെളിച്ചമുണ്ടായി. ബാർബോയി മദ്യവുമായി ലിഫ്റ്റിൽ കയറുന്നു. ലിഫ്റ്റ് അടയുന്നതിന് മുമ്പ് ഒരാൾ ഓടി വന്ന് കയറി. പിന്നീട് ലിഫ്റ്റിനുള്ളിലെ ക്ലിപ്പാണ്. ഷെർലക് ഹോംസിൻ്റേതുപോലെ മുന്നിലേക്ക് നീണ്ട തൊപ്പിയാണ് അയാൾ ധരിച്ചിരിക്കുന്നത്. മുഖം വ്യക്തമല്ല. അയാൾ കൈത്തോക്കെടുത്ത് ബാർബോയിയുടെ വയറ്റിൽ കുത്തുന്നു. ഹൗസ് കീപ്പിംഗ് റൂമിൽ കൊണ്ടുപോയി ഡ്രസ്സ് മാറ്റി അയാൾ മേനോൻ്റെ മുറിയിലേക്ക് ചെല്ലുന്നു. 2-3 മിനിറ്റുകൾക്ക് ശേഷം വാതിൽ തുറന്ന് വരാന്തയിലൂടെ എതിർഭാഗത്തേക്ക് പോകുന്നു. അപ്പോഴെല്ലാം മുഖം കാണാം. ഇതാണ് അയാളുടെ ക്ലോസപ്പുകൾ. അശോകൻ അയാളുടെ മുഖത്തിൻ്റെ ചിത്രങ്ങൾ കാണിച്ചു. രാജീവ് മേനോൻ അയാളെ സൂക്ഷിച്ചു നോക്കി. ചെറുതാടികളും മീശയുമുള്ള ചെറുപ്പക്കാരൻ. മുഖത്ത് നിർവികാരതയാണ്. രാജീവിന് ഇവരെ പരിചയമുണ്ടോ? കമ്മീഷണർ മേനോനെ നോക്കി. ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. പോലീസ് റെക്കോർഡുകളിലൊന്നും ഇയാളില്ല. പുതിയ ആളാണ്. ഒരു എൻഫീൽഡ് ബുള്ളറ്റിലാണ് അയാൾ ഹോട്ടലിലേക്ക് വന്നത്. നമ്പർ പ്ലേറ്റില്ലായിരുന്നു. ഇയാളെന്തിനാ രോഹനെ കൊല്ലാൻ ശ്രമിച്ചതെന്നാണ് മനസ്സിലാകാത്തത്, രാജീവ് മേനോൻ സംശയിച്ചു. കമ്മീഷണർ മറുപടിയൊന്നും പറഞ്ഞില്ല. അദ്ദേഹം വിരൽ കൊണ്ട് ആംഗ്യം കാണിച്ചപ്പോൾ യൂണിഫോം ധരിച്ച ഒരാൾ 3 കോഫി കൊണ്ടുവന്ന് മേശപ്പുറത്ത് വെച്ചു. കുടിക്കൂ, കമ്മീഷണർ രാജീവ് മേനോനോടും അശോകനോടും പറഞ്ഞു. കടുപ്പമുള്ള കോഫി ഒരിറക്ക് കുടിച്ചിട്ട് പ്രണബ് ഗവാക്കർ IPS ഒരു തോക്കിൻ കുഴലിലൂടെ എന്ന വണ്ണം രാജീവ് മേനോനെ നോക്കി. രോഹൻ ഇന്നലെ രാത്രി എവിടെ നിന്നാണ് വന്നത്? മുംബൈയിൽ നിന്ന്. അല്ല, അയാൾ ഇവിടെ കലംകുട്ടി ബീച്ചിലുള്ള റിസോർട്ടിലുണ്ടായിരുന്നു. അമ്പരന്ന് പോയ മേനോനെ നോക്കി കമ്മീഷണർ പറഞ്ഞു. അവിടെ നിന്നാണ് അവൻ നിങ്ങളുടെ ഹോട്ടലിലേക്ക് വന്നത്. എന്നോട് അങ്ങനെയല്ല പറഞ്ഞത്. അത് സാരമില്ല, ഇതൊക്കെ അന്വേഷിച്ചറിയലാണല്ലോ ഞങ്ങളുടെ ഡ്യൂട്ടി. അദ്ദേഹം കാപ്പി കുടിച്ച് കപ്പ് തിരിച്ചു വെച്ചു. രോഹൻ്റെ പോക്കറ്റിൽ നിന്ന് 50 കോടി രൂപയുടെ ഒരു ചെക്ക് കിട്ടിയിട്ടുണ്ട്. അതിനെപ്പറ്റി നിങ്ങൾക്കറിയാമോ? അത് അവൻ എനിക്കായി കൊണ്ടുവന്നതാണ്. പക്ഷേ അപ്പോഴെനിക്ക് അതിൻ്റെ ആവശ്യം വന്നില്ല. ഓക്കെ, അന്ന് നടന്ന സംഭവങ്ങൾ ഓരോന്നായി പറയൂ. കമ്മീഷണർ ഇൻസ്പെക്ടർ അശോകനെ നോക്കി. അശോകൻ ഭിത്തിയിലെ ഒരു ഹിഡൻ ക്യാമറ നോക്കി ശിരസ്സുകൊണ്ട് ആംഗ്യം കാണിച്ചു. രാജീവ് മേനോൻ അന്നത്തെ സംഭവങ്ങൾ ഓർത്തെടുക്കുകയായിരുന്നു. ദൃഷ്ടിയിൽപ്പെടാത്ത 4 ക്യാമറകളും മൈക്കുകളും ഓണായി. ലൈറ്റുകൾക്ക് അല്പം പ്രകാശം കൂടിയതുപോലെ തോന്നി. പറയാം. അന്ന് നടന്നതെല്ലാം മേനോൻ പറഞ്ഞു. കാസിനോയിലെ 10 ലക്ഷം രൂപയുടെ തോൽവി, ഐസക് സ്റ്റീഫൻ്റെ ഭീഷണി, മനീഷയെ കണ്ടതും ഗെയിം വിൻ ചെയ്തത്, ഹോട്ടലിലെത്തി റെമി മാർട്ടിൻ ഓർഡർ ചെയ്തത്, രോഹൻ വന്നതും വെടിയേറ്റ് കിടന്നതും. ഓക്കെ, ഗുഡ്. അങ്ങനെയാണ് കാര്യങ്ങൾ. കമ്മീഷണർ മുറിയിലൂടെ 2 ചാൽ നടന്നു. ഒരു സൈന്യാധിപൻ്റെ ചുവടുവെപ്പുകൾ പോലെ കനത്ത കാലടി ശബ്ദം മുറിയിലുണ്ടായി. മിസ്റ്റർ മേനോൻ, ഞങ്ങൾക്ക് നിങ്ങളുടെ മകൻ്റെ സെൽഫോൺ കിട്ടി. ഓപ്പറേഷന് മുമ്പ് ഡ്രസ്സ് മാറ്റിയപ്പോൾ സ്റ്റാഫ് എടുത്തു വെച്ചതാണ്. രാജീവ് മേനോൻ കമ്മീഷണറെയും ഇൻസ്പെക്ടറെയും നോക്കി. രോഹൻ്റെ ഫോണിലേക്ക് രാത്രി 2 മണിക്ക് ഒരു കോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവൻ കലംകുട്ടി റിസോർട്ടിലായിരുന്നു. ഒരു ഹ്രസ്വ സംഭാഷണം നടന്നു. അതിനുശേഷം അയാൾ ഓടി കാറിൽ പനാജിയിലേക്ക് അതിവേഗം പുറപ്പെട്ടു, കമ്മീഷണർ പറഞ്ഞു. ആരാണ് ആ സമയത്ത് രോഹനെ വിളിച്ചതെന്നറിയാമോ? മേനോന് ഉത്കണ്ഠയായി. വിളിച്ചത് മറ്റാരുമല്ല, സ്റ്റീഫനാണ്, ഐസക് സ്റ്റീഫൻ. തലയ്ക്ക് പിന്നിൽ അടി കിട്ടിയതുപോലെ മേനോൻ നടുങ്ങി. അയാളോ? സ്റ്റീഫനാണോ രോഹൻ എൻ്റെ മുറിയിലേക്ക് അയച്ചത്? ഒരു നിശബ്ദതയ്ക്ക് ശേഷം അയാൾ ചോദിച്ചു. നിങ്ങൾ 50 കോടി കൊടുക്കാനുണ്ടായിരുന്നത് സ്റ്റീഫനാണ്. അപ്പോൾ ആ പണം നിങ്ങൾക്ക് തരാനായി അയാൾ മകൻ്റെ കയ്യിൽ ചെക്ക് കൊടുത്തയക്കുമോ? കമ്മീഷണർ ചോദിച്ചു. അതാണ് ഞാനും ആലോചിക്കുന്നത്. സ്റ്റീഫൻ ഒരു കാരണവശാലും എനിക്ക് പണം തരില്ല. എൻ്റെ കയ്യിൽ പണം വരാനുള്ള എല്ലാ സാധ്യതകളും അയാൾ അടയ്ക്കുകയുള്ളൂ.
രോഹൻ നിങ്ങൾക്കുള്ള ചെക്ക് മാത്രമല്ല കൊണ്ടുവന്നത്, കൂടെ ഒരു പിസ്റ്റളും ഉണ്ടായിരുന്നു. ഒന്നാം തരം ഇസ്രായേൽ മെയ്ഡ് ജെറീക്കോ 941. ശരിയാണ്, അവൻ്റെ കയ്യിൽ ഞാൻ ആ തോക്ക് കണ്ടു. അതായത് അയാളത് ആരുടെയോ നേരെ ഉപയോഗിക്കാൻ തുടങ്ങുകയായിരുന്നു എന്നല്ലേ? അതാ കൊലയാളിയുടെ നേർക്കായിരിക്കും. അതിനു മുമ്പ് അവൻ രോഹനെ വെടിവെച്ചു. താങ്ക് യു മിസ്റ്റർ രാജീവ്, കമ്മീഷണർ പറഞ്ഞു. എന്തായാലും രോഹൻ എന്നെ സഹായിക്കാനാണ് വന്നത്. എനിക്ക് അവനെ വിശ്വാസമാണ്, രാജീവ് മേനോൻ പറഞ്ഞു. രോഹൻ സംസാരിക്കട്ടെ, അപ്പോൾ എല്ലാം അറിയാം. പക്ഷേ നിങ്ങൾ കെയർഫുള്ളായിരിക്കണം, കമ്മീഷണർ ഓർമ്മിപ്പിച്ചു. താങ്ക് യു. ഇൻസ്പെക്ടർ അശോകനോടൊപ്പം വാതിൽക്കിലേക്ക് നടക്കുമ്പോൾ പ്രണാബ് ഗവാക്കർ SPS വിളിച്ചു. മിസ്റ്റർ രാജീവ്. അയാൾ തിരിഞ്ഞു നോക്കി. രോഹന് അധോലോക ബന്ധങ്ങളുണ്ടോ? ഡ്രഗ് മാഫിയയുമായിട്ട്? മേനോൻ്റെ നെറ്റിയിൽ ചുളിവുകൾ വീണു. എനിക്കറിയില്ല. ബോംബെയിൽ നിന്ന് വരുന്നെന്ന് പറഞ്ഞപ്പോൾ അവൻ കലിംകുട്ട് ബീച്ചിലായിരുന്നെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അപ്സെറ്റായിപ്പോയി. എന്താണ് നടക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അത് ഞങ്ങൾ കണ്ടുപിടിച്ചോളാം, കമ്മീഷണർ പറഞ്ഞു. മേനോനും ഡേവിഡും കൂടിയാണ് ഹോട്ടലിലേക്ക് ചെന്നത്. 110 നമ്പർ റൂം പോലീസ് കസ്റ്റഡിയിലാണ്. 2 പോലീസുകാർ കാവൽ നിൽക്കുന്നു. റോഹൻ്റെ ആരോഗ്യസ്ഥിതി ഉറപ്പാക്കിയിട്ട് മുംബൈയിലേക്ക് പോകാമെന്ന് രാജീവ് മേനോൻ തീരുമാനിച്ചു. മറ്റൊരു 5 സ്റ്റാർ ഹോട്ടലിലേക്ക് താമസം മാറ്റി. രാജീവ് മേനോൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ ആൻ്റണി ഡയസ് ഓപ്പറേഷൻ തിയേറ്ററിലായിരുന്നു. മേനോൻ കാത്തിരുന്നു. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പരീക്ഷണനായി ക്യാബിനിൽ വന്നു. മിസ്റ്റർ മേനോൻ, രോഹൻ്റെ സ്ഥിതി വളരെ ക്രിട്ടിക്കലാണ്. ഒരു ഓപ്പറേഷൻ കൂടി വേണ്ടിവരും. മേനോൻ ഇറങ്ങിപ്പോയി. ശബ്ദം പതറി. അവൻ്റെ ജീവൻ ഡോക്ടറുടെ കയ്യിലാണ്. എനിക്ക് അവനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തു ചെയ്യും? നിങ്ങളാണ് പ്രതിയെന്നാണ് ജ്യോതി മീഡിയ മുഴുവൻ പരത്തിയിരിക്കുന്നത്. എല്ലാവരും അത് വിശ്വസിച്ച മട്ടാണ്. രോഹൻ മരിച്ചാൽ എൻ്റെ നിരപരാധിത്വം ചോദ്യം ചെയ്യപ്പെടും. മേനോൻ്റെ ഉള്ളിലൊരു വിറയലുണ്ടായി. ജ്യോതിയും അവരുടെ സുഹൃത്ത് ഐസക് സ്റ്റീഫനും 2-3 തവണ എൻ്റെ അടുത്ത് വന്ന് ഭീഷണിപ്പെടുത്തി രോഹനെ കാണണമെന്ന്. ഞങ്ങൾ അനുവദിച്ചില്ല. ഡോക്ടറെ, അവൻ രോഹനെ കൊല്ലും. അന്ന് രാത്രി 2 മണിക്ക് സ്റ്റീഫൻ രോഹനെ ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് അവൻ എൻ്റെ മുറിയിലേക്ക് വന്നത്. ഡോക്ടർ ആൻ്റണി രാജീവ് മേനോൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു. ഒന്ന് ഊതിയാൽ കിടന്നതേയുള്ളൂ രോഹൻ്റെ ജീവനെന്ന് സ്റ്റീഫൻ എന്നോട് പറഞ്ഞു. രോഹൻ ജീവിച്ചിരിക്കാൻ സ്റ്റീഫൻ സമ്മതിക്കില്ലെന്ന് എനിക്ക് ഭയമുണ്ട്. പിന്നെ എന്തിനാണ് ജ്യോതി അയാളെ കൂടെ കൊണ്ട് നടക്കുന്നത്? അയാൾ ചെയ്യുന്നത് എന്താണെന്ന് ജ്യോതിക്ക് അറിയില്ല ഡോക്ടറെ. അവളുടെ വിവേചന ശക്തിയെല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. സ്റ്റീഫനോ അവൻ്റെ ആളുകളോ ICUവിൻ്റെ അടുത്തുപോലും വരരുത്. ഡോക്ടറുടെ മൊബൈലിൽ ഒരു മെസ്സേജ് വന്നു. ശരി, ഞാൻ തിയേറ്ററിലേക്ക് ചെല്ലട്ടെ. ജീവൻ അതിൻ്റെ ഉടമസ്ഥനായ ദൈവത്തിൻ്റെ കയ്യിലാണ്. ഡോക്ടർ ആൻ്റണി പോകുന്നത് നോക്കി രാജീവ് മേനോൻ പ്രജ്ഞയറ്റതുപോലെ നിന്നു. അദ്ദേഹം തിരിച്ചു വരുമ്പോൾ രോഹൻ ജീവനോടെ ഉണ്ടാകുമോ? ഓപ്പറേഷൻ തിയേറ്ററിന് മുന്നിൽ ജ്യോതി അസ്വസ്ഥയായി നിൽക്കുന്നുണ്ടായിരുന്നു. തന്നെ കണ്ടപ്പോൾ ഐസക് സ്റ്റീഫൻ്റെ മുഖത്തൊരു ഗൂഢസ്മിതം മിന്നിയോ എന്ന് മേനോൻ സംശയിച്ചു. അരമണിക്കൂർ കഴിഞ്ഞ് ക്യാബിനിൽ വന്നപ്പോൾ ഡോക്ടർ ആൻ്റണി മേനോനോട് പറഞ്ഞു. ഓപ്പറേഷൻ സക്സസ് ആണ്. ബട്ട് അദ്ദേഹം സംശയത്തോടെ നിർത്തി. 2 വെടിയുണ്ടകൾ ശരീരത്തിനുള്ളിലേക്ക് കത്തിക്കയറിയതല്ലേ? അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. ഇൻറ്റേർണൽ ബ്ലീഡിംഗ് ഉണ്ട്. ഇൻ ഗോഡ്സ് ഗ്രേസ് എല്ലാം ശരിയാകും. മേനോൻ ശ്വാസമടക്കി അദ്ദേഹത്തെ നോക്കി. മിസ്റ്റർ മേനോൻ പോയിക്കോളൂ. ഇവിടെ നിന്ന് ടെൻഷൻ കൂട്ടിയാൽ നിങ്ങളെയും അഡ്മിറ്റ് ചെയ്യേണ്ടതായി വരും. പിറ്റേ ദിവസം രാവിലെ മേനോൻ ഡോക്ടറെ ചെന്ന് കണ്ടു. പ്രത്യേകിച്ചൊരു പ്രോഗ്രസ്സുമില്ല മിസ്റ്റർ മേനോൻ. ബട്ട് ഐ ഇൻ ഹോപ്പ്. ബോഡി മെഡിസിൻ സ്വീകരിക്കുന്നുണ്ട്, ഡോക്ടർ ആശ്വസിപ്പിച്ചു. ഹോട്ടലിൻ്റെ ഓപ്പൺ എയർ റെസ്റ്റോറൻറ്റിലെ മരത്തണലിൽ രാജീവ് മേനോൻ ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. മുന്നിലെ ടീപ്പോയിൽ ഒരു കർവോസിയർ എക്സോ കോഗ്നറ്റ് ഫ്രഞ്ച് ബ്രാൻഡി ഇരിപ്പുണ്ട്. 3 പെഗ് കഴിച്ചിട്ടും അയാളുടെ ഉള്ളിലെ തീ കെടുത്താനായില്ല. രോഹനെ തനിക്ക് ജീവനോടെ വേണം. ഡോക്ടറുടെ സംസാരത്തിൽ പ്രതീക്ഷയില്ലെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഗ്ലാസ്സിനടുത്തിരുന്ന ഫോൺ വൈബ്രേറ്റ് ചെയ്തു. പേര് കണ്ടയുടനെ അയാൾ എടുത്തു. ഹലോ മനീഷ. സാറിനെ പറ്റിയുള്ള വാർത്ത കണ്ടിട്ട് എത്ര പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്തെന്നറിയാമോ? മനീഷയുടെ മൃദുസ്വരം. എനിക്കൊന്നുമില്ല കുട്ടി. 2 ദിവസമായി ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത്. എനിക്ക് സാറിനെ കാണണം. അതിനെന്താ, വരൂ. മേനോൻ ഹോട്ടലിൻ്റെ പേര് പറഞ്ഞു. ഞാൻ കാർ അയക്കട്ടെ? വേണ്ട സാർ, ഞാൻ വരുന്നതിന് മുമ്പ് വിളിക്കാം. മനീഷയുടെ കോൾ ഒരു ഔഷധമായിരുന്നു. മേനോന് സന്തോഷം തോന്നി. അച്ഛാ. മുന്നിൽ നിൽക്കുന്നു മകൾ കാജൽ മേനോൻ. അയാൾ മരിച്ചു. കഥ തുടരും.